ഇന്ന് നമ്മൾ പുതുതായി ഒന്നിച്ച് തിരുവല്ലയിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് കൂടിയത് സഭയായിട്ട് കൂട്ടിയത് രണ്ടാമത്തെ ആഴ്ചയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സംസാരിച്ചത് സോളസ് ക്രിസ്റ്റസ്, ക്രിസ്തു മാത്രം എന്നുള്ള ഉപദേശം എങ്ങനെയാണ് നമ്മുടെ മുഴുവൻ ഉപദേശങ്ങളെയും സ്വാധീനിക്കുന്നത്, നമ്മുടെ വേദശാസ്ത്രം എങ്ങനെയാണ് ഒരൊറ്റ പ്രിൻസിപ്പിളിന് മേൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമായിട്ട് ചിന്തിച്ചത്. ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് 5 സോളാസ്, അതായത് ഗ്രേസ് അലോൺ തുടങ്ങി ദൈവത്തിന് മാത്രം മഹത്വം എന്ന് പറയുന്ന ആ ഒരു ഫൈനൽ ക്ലൈമാക്സിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ് നിർത്തിയത്. ഈ ദൈവത്തിന് മാത്രം മഹത്വം എന്നുള്ള പ്രിൻസിപ്പിൾ, ഹി ഡിസേർവ്സ് ഓൾ ഗ്ലോറി, കർത്താവ് എല്ലാ മഹത്വവും അർഹിക്കുന്നു. ഇത് നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമല്ല വർഷിപ്പ് എന്ന് പറയുന്നത്. ദൈവത്തോടുള്ള, ഇത്ര വലിയവനായ ദൈവത്തോടുള്ള നമ്മുടെ പ്രതികരണമാണ്. ഇങ്ങനെ മാത്രമേ നമുക്ക് ദൈവത്തോട് പ്രതികരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്താണ് വർഷിപ്പ്, എന്തല്ല വർഷിപ്പ് എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാൻ ഇടയാകണമെന്ന് ഞാൻ വിചാരിക്കുന്നു. വർഷിപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അത് എപ്പോഴൊക്കെയാണ് നമ്മൾ വർഷിപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ആരാധിക്കുന്നവരാണ്, അതായത് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടേയിരിക്കുന്നവരായിരിക്കും. കാരണം സൃഷ്ടിക്ക് എപ്പോഴും ദൈവത്തോട് അങ്ങനെ മാത്രമേ പ്രതികരിക്കാൻ പറ്റുകയുള്ളൂ. ഓൾ ദ ടൈം, എല്ലാ സമയത്തും ദൈവത്തിന് മഹത്വം എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു തത്വമാണ്. ഇത് ഒരു ആരാധനാലയത്തിലേക്കോ ഏതാനും 1-2 മണിക്കൂറിലേക്ക് ചുരുങ്ങി പോകുന്ന ഒരു കാര്യമല്ല. എല്ലാ മോമെന്റും, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ മോമെന്റും ഈ വർഷിപ്പിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ റോമാലേഖനം 12:1 പറയുന്നത്, ആകയാൽ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, ജീവനും വിശുദ്ധിയുമുള്ള, ആ വാക്യം ഒന്ന് വായിക്കാം മലയാളത്തിൽ, എൻ്റെ കയ്യിലുള്ള ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ബുദ്ധിയുള്ള ആരാധന. അപ്പൊ ബുദ്ധിയുള്ള ആരാധനയിൽ എന്തെല്ലാം ഉണ്ട്? ശരീരങ്ങളെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കുന്നതുണ്ട്. അതുപോലെ മനസ്സ് പുതുക്കി, അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതുണ്ട്. ഇതൊന്നും സംഭവിക്കാതെ ഒരു കോർപ്പറേറ്റ് വർഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ കൾട്ടിക് വർഷിപ്പ് മാത്രമായി പോയി എന്നുള്ളതായിരുന്നു യഹൂദന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം അവർ വർഷിപ്പ് സമയത്ത് മാത്രം എല്ലാം കൃത്യമായിട്ട് ചെയ്യുകയും പിന്നീട് ദൈവമായിട്ട് കണക്ഷൻ ഇല്ലാതെ പോവുകയും ചെയ്ത ഒരു കാര്യം അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, യഥാർത്ഥത്തിൽ വർഷിപ്പ് എന്ന് പറയുന്നത് ബുദ്ധിയുള്ളതാകണമെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് കൂടിയിരുന്ന് പറയുന്ന ഓരോ വാക്കും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരുന്നതാകണം. നമ്മളിവിടെ വന്നിട്ട് കർത്താവേ നിനക്ക് മഹത്വം, ഞാൻ ഒന്നുമല്ല എന്ന് പറയുമ്പം വീട്ടിൽ ചെന്നിട്ട് ഞാൻ ആരാ നിനക്ക് അറിയാമോ എന്ന് ചോദിക്കരുത്. കാരണം എന്താ? ഇവിടെ വന്നിട്ട് ഞാൻ ഒന്നുമല്ല, ഞാൻ കർത്താവിന് മുമ്പിൽ ഒന്നുമല്ല, ഞാൻ വെറും പാവിയാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോടും മക്കളോടും ചെന്നിട്ട് ഞാൻ ആരാ നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ എന്ത് സംഭവിക്കും? അപ്പൊ അതിനർത്ഥം ഈ വർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു മനോഭാവം നമ്മൾ ഈ ഒരു അന്തരീക്ഷത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നും നമ്മുടെ ജീവിതത്തിൽ അത് ബുദ്ധിയുള്ള ആരാധനയായി മാറുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡും ബോഡിയും ആത്മാവ് എന്തു പറയുന്നു അതിനോട് എഗ്രി ചെയ്യണം. സോ ഇറ്റ്സ് എ ലൈഫ് ലോങ് എക്സ്പീരിയൻസ് ഓഫ് ഗിവിങ് ഓണർ ടു ഗോഡ്. അതല്ലെങ്കിൽ ബുദ്ധിയുള്ള ആരാധനയായിട്ട് അതിനെ കാണാൻ സാധ്യമല്ല. അപ്പോൾ എല്ലാറ്റിലും ദൈവം മഹത്വപ്പെടണം എന്നുള്ളൊരു ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം അത് എത്ര അർത്ഥത്തിൽ നമുക്കത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് അറിയില്ലെങ്കിലും ദ പർപ്പസ് ഓഫ് അവർ എക്സിസ്റ്റൻസ്, നമ്മുടെ ഒരു പാട്ട് ഇങ്ങനെ പാടുന്നുണ്ട്, ദ റീസൺ ഐ ലിവ് ഈസ് ടു വർഷിപ്പ് യു. ആ പാട്ട് നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. ദ റീസൺ ഐ ലിവ് ഈസ് ടു വർഷിപ്പ്, അതൊരു കോറസാണ് എല്ലാവരും വർഷിപ്പിന്റെ സമയത്ത് പാടുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ദൈവത്തിന് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വർഷിപ്പ് സമർപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് മീനിങ് ഫുൾ ആകണമെങ്കിൽ നമുക്ക് ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടാകണം. ഈ ദൈവമായിട്ട് ബന്ധമില്ലാതെ ഉണ്ടാകുന്ന വർഷിപ്പുകൾ നമുക്കറിയാം, ഒരു പുത്രബന്ധം, പിതൃപുത്ര ബന്ധമില്ലാത്ത ആരാധനകൾ. ഈ ആരാധനയുടെ പ്രത്യേകത ദൈവത്തിന്റെ മാഗ്നാനിമിറ്റി മാത്രം കണ്ടുകൊണ്ടല്ല, അല്ലെങ്കിൽ ആ തേജസ് ഈ സൃഷ്ടിയിൽ വെളിപ്പെടുന്ന അല്ലെ കോമൺ ആയിട്ടുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ചതിന്റെ പേരിലുള്ള നന്ദി പ്രകടനമായിട്ട് അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം കാണുന്നത്. ഒത്തിരി ആൾക്കാർ ദൈവത്തിന്റെ മഹത്വം കാണുന്നത് എവിടെയാണ്? ഒന്നുമില്ലാത്തവനായിരുന്നു എനിക്ക് ഇഷ്ടം പോലെ പണം തന്ന ദൈവം, എത്ര ശക്തനായ ദൈവം, അവിടെ ദൈവത്തിന്റെ മഹത്വം കാണുന്നു. ഈ തെരുവിലൂടെ തിരിഞ്ഞു നടന്ന എന്നെ എയറോപ്ലെയിനെ കയറ്റി വിട്ട ദൈവം എത്ര വലിയ ദൈവമാണ്. ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് മനുഷ്യരുടെ ഹൃദയം ഇങ്ങനെ എന്തോ, ഓ ദൈവം എത്ര വലിയവനാണെന്ന് ചിന്തിക്കുന്നത്.
സീറ്റ് കിട്ടാതെ വിഷമിച്ച് നിന്നപ്പോൾ എനിക്ക് സീറ്റ് തന്ന ദൈവം എത്ര വലിയ ദൈവമായിരിക്കും അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ ഓർക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ വലിയൊരു പ്രതിസന്ധിയിലാകപ്പെട്ടപ്പോൾ എന്നെ രക്ഷിച്ച ദൈവം. ഇങ്ങനെയൊക്കെയാണ് ദൈവത്തെ ഒത്തിരി ആൾക്കാരും കണ്ടുമുട്ടുന്നത് അല്ലെങ്കിൽ ദൈവമായിട്ട് ബന്ധപ്പെടുന്നത്. പക്ഷേ വേദപുസ്തകത്തിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ദൈവവുമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ബന്ധം നമ്മൾ ഉണ്ടാക്കിയ ബന്ധമല്ല, അവൻ നമ്മോട് സ്ഥാപിച്ച ബന്ധമാണ്. അത് അവൻ്റെ പുത്രനെ നമുക്കായി നൽകുവാൻ തക്കവണ്ണം നമ്മോട് കാണിച്ച കരുണയാണ്. അപ്പൊ എപ്പോഴും ദൈവത്തിന്റെ മഹത്വത്തെ കാണുമ്പോൾ അവന്റെ സൃഷ്ടിയിലുള്ളവന്റെ മഹത്വം മാത്രമല്ല, അവന്റെ ആട്രിബ്യൂട്ട്സിലുള്ള മഹത്വം, അതായത് ഹൗ ഗ്രേറ്റ് ഈസ് ഗോഡ് ഇൻ ഹിസ് ലവ് ആൻഡ് കമ്പാഷൻ ആൻഡ് ഇൻ ഹിസ് ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് ഇൻ ഹിസ് പവർ ടു സേവ് അസ്. ആ രക്ഷാകരമായ ദൈവിക ശക്തി എത്ര വലുതാണ്. എന്നെ പോലെ ഒരു പാപിയെ രക്ഷിക്കുവാൻ ദൈവം എനിക്ക് വേണ്ടി ചെലവിട്ട ആ ശക്തി, എനിക്ക് വേണ്ടി ചെലവിട്ട അവന്റെ ആട്രിബ്യൂട്ട്സ്, അത് എത്ര മനോഹരമാണ്, എത്ര വലുതാണ് എന്നതാണ് ഒരു വിശ്വാസി, ദൈവമായിട്ട് ബന്ധമുള്ള ഒരാൾ എപ്പോഴും ആലോചിക്കുന്നത്. അപ്പൊ നമ്മൾ സഭയായിട്ട് ഒന്നിച്ചു വരുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്താണ്? ഏറ്റവും വലിയ വിഷയം കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച് നമുക്ക് നിത്യമായ അവകാശം നൽകാൻ വേണ്ടി അവനെ തന്നെ നമുക്കായി നൽകി എന്നുള്ളതാണ് ഈ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം. നമ്മൾ അതിന്റെ ബേസിസിലാണ് ജീവിക്കുന്നതും അതിന്റെ ബേസിസിലാണ് നമ്മൾ പ്രൊക്ലമേഷൻ നടത്തുന്നത്. നമ്മൾ ഇത്രയും നേരം ഇവിടെ പ്രൊക്ലെയിം ചെയ്തത് അതാണ്. പക്ഷെ ഈ വർഷിപ്പ് എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. നമുക്കറിയാം, ലേവ്യ പുസ്തകമൊക്കെ വായിച്ചെടുക്കാൻ തന്നെ പാടാണ്. അപ്പൊ അത് അനുസരിക്കാൻ എന്ത് പ്രയാസമായിരിക്കും. അപ്പൊ ദൈവത്തെ വർഷിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ആദ്യകാലം തൊട്ട് പാപികളായ മനുഷ്യർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിരുന്നു. ഓക്കെ, പക്ഷെ അത് മനുഷ്യർ എത്ര കഷ്ടപ്പെട്ടാണ് ഒരു ആടിനെ അത് എത്ര ഊനമുള്ളതാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഓരോരോ ശുദ്ധീകരണത്തിന്റെ പ്രോസസ്സുകൾ വായിച്ചാൽ നമ്മൾ ആലോചിക്കും ഇതിന് മാത്രമേ സമയം കാണുള്ളല്ലോ എന്ന്. കാരണം അത്ര സൂക്ഷ്മമായ പ്രവൃത്തികളാണ് ഈ പഴയ നിയമത്തിലെ യാഗങ്ങൾ. എന്തിനു വേണ്ടിയാ? ഈ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാ. ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ വഴിയില്ല. കാരണം മാൻ ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഗോഡ് ആൻഡ് ഹി ഹാസ് നോ ആക്സസ് ടു ഗോഡ്. അപ്പൊ താൽക്കാലികമായിട്ട് ദൈവത്തിന്റെ ഒരു മഹത്വം ഇറങ്ങി വരുന്ന കാണാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരാധനാ രീതിയിലൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കാം. അതൊക്കെ പറ്റുള്ളൂ. അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ മാത്രം ഒരു ആക്സസ് ഇല്ല. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, എന്തും മാത്രം കഷ്ടപ്പെട്ടു ആ വർഷിപ്പ് ഒന്ന് ദൈവത്തെ ഒന്ന് പ്രസാദിപ്പിക്കാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു. എന്നിട്ടും എല്ലാം നടന്നോ? ഒന്നും നടന്നുമില്ല. നമുക്കിപ്പോഴാണ് മനസ്സിലാകുന്നത്, പുത്രനല്ലാതെ ആർക്കും പിതാവിനെ പ്രസാദിപ്പിക്കാനുള്ള കഴിവില്ലായിരുന്നു. അപ്പോൾ ഈ റിലീജിയൻസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എത്താത്ത ഒരു പ്രവൃത്തിയായിരുന്നു, അങ്ങ് എത്തിക്കാൻ പറ്റാത്തൊരു പ്രവൃത്തി, താൽക്കാലികമായ ആശ്വാസങ്ങൾ. അതാണ് ആദിമ കാലഘട്ടങ്ങളിലുള്ള ഈ ആരാധന രീതിയുടെ പ്രത്യേകത. അതൊരു ഷാഡോ മാത്രമായിരുന്നു. അപ്പോൾ അങ്ങനെ ദൈവത്തെ കണ്ടുപോകുന്ന ആൾക്കാർക്ക് ദൈവമായിട്ടുള്ള ആ ബന്ധം ഉണ്ടായില്ല. അതുകൊണ്ടാണ് നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നത്, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവന്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ മക്കളായി കഴിയുമ്പോൾ നമ്മളവൻ എത്രമാത്രം സ്നേഹിക്കും. ആ സ്നേഹത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്ന ബന്ധം സ്ഥാപിച്ച് പിതാവുമായി എനിക്ക് എപ്പോഴും സമാധാനം, എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാവുന്ന, അല്ലെ? ഒരു വീട്ടിലേക്ക് അപ്പനായിട്ട് വഴക്കാണെങ്കിൽ എപ്പോഴും കയറി ചെല്ലാൻ പറ്റില്ല. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഓക്കെ ശരി പോരെ എന്നൊക്കെ പറഞ്ഞാലേ എല്ലാം പറ്റും. ഇതങ്ങനെയല്ല. ഏത് സമയത്തും കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന അത്രയും വലിയൊരു ബന്ധം നമുക്ക് സകലത്തെയും സൃഷ്ടിച്ച ദൈവം തന്നു എന്ന് പറയുന്നത് തന്നെ എത്രയോ വലിയ കാര്യമാണ്. അപ്പോൾ വാട്ട് ഈസ് വർഷിപ്പ്? എങ്ങനെയാണ് നമ്മൾ കൂടി വരുമ്പോൾ വർഷിപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിലൂടെ വർഷിപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് പലപ്പോഴും സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, വർഷിപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന് നൽകുന്ന എന്തെങ്കിലുമായിട്ടല്ല നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്ന എന്തോ ഒന്നായിട്ടാണ്. ഇന്ന് സാധാരണഗതി നമുക്കറിയാം, ആരാധന എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ ചിന്തിക്കുന്നത്, ഈ ആരാധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളുണ്ടല്ലോ ഇത്രയും പേര്, ഇപ്പം ഞാൻ ആരാധിപ്പിക്കുന്ന ആളാന്ന് വിചാരിച്ചു. അപ്പൊ എൻ്റെ മനസ്സിലേക്ക് വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു വർഷിപ്പ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ ഞാൻ ഏത് പാട്ട് പാടണം, ഏത് ട്യൂണിൽ വായിക്കണം, ഏത് റിതമിൽ ചെണ്ടയടിക്കണം. എന്തിനു വേണ്ടിയാ? ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടിയല്ല. പിന്നെയോ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് അവർ വർഷിപ്പ്ഫുള്ളായിട്ട് തോന്നണം, ആ ഒരു ഇമോഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആർക്കായി ഇതിന്റെ ആ സുഖം, വർഷിപ്പിന്റെ ഒരു സുഖമുണ്ടല്ലോ, ഒരു എന്താ പറയുന്നത്, അത് ദൈവത്തിന് കൊടുക്കുന്ന ഒരു കാര്യമല്ല, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു അനുഭൂതിയെയാണ് വർഷിപ്പ് എന്ന് ഇന്ന് ആളുകൾ പലരും വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വർഷിപ്പ് എന്തല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് നോട്ട് എ ഹ്യൂമൻ എമോഷൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ വർഷിപ്പ്ഫുൾ ആക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. അത് ദൈവത്തിന് നമ്മൾ ഗ്ലോറി കൊടുക്കുന്നതാണ്. ഇറ്റ് ഈസ്
ദ ലോക്കസ്, ദ ഫോക്കസ്, എവറിത്തിങ് ഈസ് ഗോഡ്. അതിന് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ഒരുക്കുന്ന പരിപാടി അല്ല അത്. പിന്നെയോ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സങ്കീർത്തനം 115:1 പറയുന്നു, വായിക്കാമോ? ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല. ഇതിനകത്ത് ഞങ്ങളൊന്നുമല്ല, നിന്റെ നാമത്തിന് മാത്രം. അതെങ്ങനെയാ മലയാളത്തിൽ വായിക്കുന്നത്? നിന്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ, ഞങ്ങൾക്കല്ല ദൈവമേ, ഞങ്ങൾക്കല്ല. അപ്പോൾ വർഷിപ്പ് എന്ന് പറയുന്നത് സോളി ഡിയോ ഗ്ലോറിയ, ദൈവത്തിന് മാത്രം ഗ്ലോറി എന്നുള്ള പ്രിൻസിപ്പിളിൽ നിന്നാണ് നമുക്ക് വർഷിപ്പ് ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരാളും ദൈവത്തെ റിയലി വർഷിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം വി നോ ഹൗ വീക്ക് ആൻഡ് അൺവർത്തി വി ആർ ആൻഡ് ഹൗ വർത്തി അവർ ഗോഡ് ഈസ്. ആ ഒരു റിയലൈസേഷനിൽ നിന്ന് മാത്രമേ, സോളി ഡിയോ ഗ്ലോറിയ എന്നുള്ള റിയലൈസേഷനിൽ നിന്ന് മാത്രമേ അവനെ പ്രോപ്പറായിട്ട് വർഷിപ്പ് ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട പോലെ പ്യുവർലി ബൈ ഗ്രേസ് ആൻഡ് ഫെയ്ത്ത് ആൻഡ് ത്രൂ ക്രൈസ്റ്റ് എലോൺ എന്ന് പറഞ്ഞാൽ മാത്രമേ ആ ദൈവത്തെ പൂർണ്ണമായിട്ടും വർഷിപ്പ് ചെയ്യാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതല്ലെങ്കിൽ ഈ മഹത്വത്തിന്റെ കുറച്ച് എനിക്കും മഹത്വത്തിന്റെ ബാക്കി ദൈവത്തിനും എന്ന് നമ്മൾ വീതിക്കേണ്ടി വരും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പ്രോപ്പർ ആൻഡ് മീനിങ് ഫുൾ വർഷിപ്പിനകത്ത് നമ്മൾ കൺഫസ് ചെയ്യുന്നത്, കർത്താവ് ഇത്രയും വലിയൊരു പ്രവൃത്തി, എന്നെപ്പോലൊരു പാപിയെ രക്ഷിക്കുക എന്നുള്ള നിന്റെ അത്ഭുതകരമായ പ്രവൃത്തി നിന്റെ മാത്രം പ്രവൃത്തിയാണ്. നിനക്ക് മാത്രം സ്തുതിയും സ്തോത്രവും മഹത്വവും കരയേറ്റപ്പെടേണ്ട ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഈ സോളാ ഗ്രാഷ്യ, കൃപ മാത്രം, വിശ്വാസം മാത്രം, ക്രിസ്തു മാത്രം, വചനം മാത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ അത് ദൈവത്തിൻ്റെ മഹത്വം മാത്രമായിട്ട് മാറുന്നത്. ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ എപ്പോഴും നമ്മുടെ ലൈഫിനെ കുറിച്ചും വർഷിപ്പിനെ കുറിച്ച് പറയുമ്പം പറയുന്ന ഒരു കാര്യമാണ് റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾ. എന്താണ് നമ്മുടെ റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾ എന്നുള്ളത്? സാധാരണഗതിയിൽ ആളുകൾ ചിന്തിക്കുന്നത്, ബൈബിളിൽ പറഞ്ഞിട്ടില്ല ബ്രദറെ, പക്ഷെ ബൈബിളിൽ എതിർത്തിട്ടുമില്ല, അങ്ങനെയുള്ള ഒരു കാര്യവും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ബൈബിളിൽ ഇല്ലാത്ത ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ദാറ്റ് മീൻസ്, അതിന്റെ വ്യത്യാസം മനസ്സിലായോ? ബൈബിൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഓക്കെ, ചില ആൾക്കാരിങ്ങനെ കൈ വീശുമ്പോൾ ബോധം കെട്ട് വീഴുന്നു. അപ്പോൾ നമ്മൾ പറയാം അത് ശരിയല്ല എന്ന് പറയുമ്പോൾ അവരോട് ബൈബിളിൽ ഇല്ലല്ലോ. നമ്മൾ തിരിച്ചു വെക്കണേ, ബൈബിളിലുണ്ടോ? അവർ പറയുന്നത് ബൈബിളിൽ അങ്ങനെ വീടല്ലെന്നൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? വീടല്ലെന്നുണ്ടോ ബൈബിളിൽ? ഇല്ലല്ലോ. അപ്പൊ ബൈബിൾ തടയുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ പറയുന്നത് ബൈബിൾ അനുവദിക്കുന്നുണ്ടോ? അപ്പൊ നമ്മുടെ റെഗുലേറ്ററി പ്രിൻസിപ്പിൾ എന്താണ്? ബൈബിൾ ഒരു കാര്യം തടയുന്നുണ്ടോ എന്നുള്ളതല്ല, പിന്നെയോ ബൈബിളിൽ അത് കമാൻഡ് ചെയ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ബൈബിൾ അത് അനുവദിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ റെഗുലേറ്ററി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്നതെല്ലാം ചെയ്തിട്ട് ബൈബിള് പ്രത്യേകിച്ച് അതിന് തടയുന്നൊന്നുമില്ല ബ്രദറെ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. സോ വർഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ബൈബിളിനകത്തുനിന്ന് വെളിയിലേക്ക് വരുന്ന തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്, നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ബൈ ഗോഡ്. ഞാൻ പറയുന്നതിന്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് തോന്നുന്നത് പോലെ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത്. കർത്താവ് പറഞ്ഞിട്ടൊരു കാര്യമാണ്. വർഷിപ്പിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം ആവർത്തന പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾ, ആവർത്തന പുസ്തകം 12:32, ഞാൻ നിങ്ങളോട് പറഞ്ഞതിനോട് നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുവാൻ പാടില്ല. എന്താണോ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ തന്നെ ആയിരിക്കണം. നത്തിങ് ക്യാൻ ബി ആഡഡ്, നത്തിങ് ക്യാൻ ബി സബ്ട്രാക്റ്റഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും അതിന് വേദപുസ്തകത്തിൽ അടിസ്ഥാനം ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വി ഹാവ് എ റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് വർഷിപ്പ്. ഓക്കെ, അപ്പോൾ എന്താണ് ജനങ്ങളെ ആരാധിപ്പിക്കുക എന്ന് കേട്ടിട്ടില്ലേ? ആരാധിപ്പിക്കുക. ഈ ജനങ്ങളെ ആരാധിപ്പിക്കാൻ എന്താണ് നല്ലതെന്നല്ല നമ്മൾ ആലോചിക്കുന്നത്. നമ്മൾ ആലോചിക്കുന്നത് ദൈവം എന്തിലാണ് പ്രസാദിക്കുന്നതെന്നാണ്, അല്ലെ? എന്താ നമ്മൾ ആലോചിക്കേണ്ടത്? ഈ വർഷിപ്പിന് കീബോർഡും ഇതെല്ലായിട്ട് വന്നിരിക്കുമ്പം അവരുടെ മനസ്സിൽ എന്താ വരുന്നതെന്നറിയാം? ഇവരെ എങ്ങനെ ഒന്ന് ഉണർത്തിയെടുക്കാമെന്ന്. പക്ഷെ എന്താ മനസ്സിൽ വരേണ്ടത്? ദൈവം എന്തിലാണ് പ്രസാദിക്കുന്നത്? ആ ഒരു ചോദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുന്നത്? കർത്താവേ, നീ എന്തിലാണ് പ്രസാദിക്കുന്നത്? നീ എന്തിനാ പ്രസാദിക്കുന്നത്? ദൈവം എന്തിനാ പ്രസാദിക്കുന്നത്? തകർന്നും നുറുങ്ങിയതുമായ ഒരു ഹൃദയത്തിൽ ദൈവത്തിന് സർവ്വ മഹത്വം കൊടുക്കുന്ന, സ്വയം പുകഴാത്ത, ദൈവത്തിന്റെ സന്നിധിയിൽ നുറുക്കപ്പെടുന്ന ഹൃദയങ്ങളിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അപ്പോൾ വർഷിപ്പ് ഈസ് നോട്ട് അബൌട്ട് മേക്കിംഗ് അതേഴ്സ് വർഷിപ്പ്. വർഷിപ്പ് ഈസ് അബൌട്ട് ബ്രോക്കൺ ഹാർട്ട്സ്. തകർക്കപ്പെട്ട ഹൃദയങ്ങളാണ് നമ്മൾ വർഷിപ്പ് എന്നുള്ളത് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
ഇനി നമുക്കൊരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 15:9. മത്തായിയുടെ സുവിശേഷം 15:9. അവർ മനുഷ്യനിർമ്മിതമായ കൽപ്പനകളാൽ എന്നെ വ്യർത്ഥമായി ആരാധിക്കുന്നു. അതെങ്ങനെയാ വാക്യം വായിച്ചേ? എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു, വ്യർത്ഥമായി ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? മാനുഷികമായൊരു പ്രമാണം ദൈവത്തിൻ്റെതെന്ന രീതിയിൽ കാണിച്ചിട്ട് അങ്ങനെ ഈ ആരാധന നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് അക്സെപ്റ്റബിൾ സാക്രിഫൈസ്, ദൈവത്തിന് ഉചിതമായ സ്തുതി നമ്മൾ കരയേറ്റേണ്ടത് ആവശ്യമാണ്. എബ്രായ ലേഖനം 12:28 പറയുന്നു, നമുക്ക് ദൈവത്തിന് ഉചിതമായ ഒരു സ്തുതി ബഹുമാനത്തോടെ കരയേറ്റാം. ഒന്ന് വായിക്കാതെ, എബ്രായർ 12:28. എബ്രായർ 12:28. ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഓക്കെ, ലെറ്റ് us ഓഫർ, ഓക്കെ, അത് ശരിക്കും ഇംഗ്ലീഷിൽ അത് ലെറ്റ് us ഓഫർ ഗോഡ് അക്സെപ്റ്റബിൾ വർഷിപ്പ് വിത്ത് റെവറൻസ് ആൻഡ് ഓ. ഭക്തിയോടും ഭയത്തോടും കൂടെ എന്ന റെവറൻസ് ആൻഡ് ഓ ആണ്. അപ്പൊ ശരിക്കും ദൈവത്തെ കുറിച്ച് കാണാതെ, ദൈവം ആരെന്ന് ഗ്രഹിക്കാതെ നമുക്ക് അവനെ ആരാധിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പൊ ദൈവത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്? ദൈവത്തെ മനസ്സിലാക്കാൻ ആകെ ഒരു വഴിയുള്ളൂ, അത് യേശുക്രിസ്തുവിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ആരും ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല. തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ദൈവം ആര്, ദൈവത്തെ എങ്ങനെ നമുക്ക് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഓൺലി ത്രൂ ക്രൈസ്റ്റ്, ദർ ഇസ് നോ അതർ വേ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നെ കൂടെ അല്ലാതെ പിതാവിന്റെ അടുത്തേക്ക് ചെല്ലുവാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. അപ്പൊ വർഷിപ്പ് എന്ന് പറയുന്നത് ഹാർമോണിയമോ കീബോർഡോ സൗണ്ടോ മ്യൂസിക്കോ അന്യഭാഷയോ ഒന്നുമല്ല. വർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏതെങ്കിലും അനുഭവമല്ല. വർഷിപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മൾ മഹത്വവും പുകഴ്ചയും കരയേറ്റുന്ന നമ്മുടെ തകർക്കപ്പെട്ട ഹൃദയങ്ങളാണ് ദൈവത്തിന് എപ്പോഴും പ്രസാദകരമായിരിക്കുന്നത്. അത് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ദൈവത്തെ വർഷിപ്പ് ചെയ്യാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. വി ആർ കോൾഡ് ടു വർഷിപ്പ് ഹിം ഓൾ ത്രൂ അവർ ലൈഫ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ വർഷിപ്പ്, ആരാധന, ദൈവത്തെ ആരാധിക്കുന്നതിന് വചനത്തിന്റെ ഫൗണ്ടേഷൻ ആവശ്യമാണ്. വചനത്തിലൂടെ ദൈവത്തെ കൃത്യമായിട്ട് അറിയാതെ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ സാധ്യമല്ല. അപ്പൊ എങ്ങനെയാണ് ഈ വചനം നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇത്രയും നേരവും നമ്മൾ ഒന്നിച്ചിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? കർത്താവേ, നീ യോഗ്യനും ഞങ്ങൾ അയോഗ്യരുമാണ്, നിന്റെ യാഗം നിമിത്തമാണ് ഞങ്ങൾക്ക് ഈ പ്രവേശനം ലഭിച്ചത്. അപ്പൊ വർഷിപ്പിന് നമ്മൾ കയറി ചെല്ലുന്നത് തന്നെ എന്തുകൊണ്ടാണ്? ഈ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ടാണ്. എബ്രായ ലേഖനം 10:19 പറയുന്നു, എന്തോ? യേശുക്രിസ്തു തന്റെ ശരീരമെന്ന ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിലൊരു മഹാപുരോഹിതന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധജലത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. അപ്പൊ അടുത്ത് ചെല്ലുമ്പം തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമാണ്, എന്താ? അപ്പവും പാനപാത്രവും. അവിടെ പറയുന്ന, ഒന്നുകൂടെ വായിച്ചു നോക്കി, 19 തുടക്കം. ആകയാൽ അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി ജീവനുള്ള പുതുവഴി. അപ്പൊ ദേഹം എന്ന തിരശ്ശീലയിലൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം. അപ്പൊ ഈ പ്രവേശനം ലഭിക്കാൻ ഏജന്റായിട്ട് വർക്ക് ചെയ്ത് എന്താണ് അവിടെ? അവന്റെ തകർക്കപ്പെട്ട ശരീരവും നമുക്കായി അർപ്പിക്കപ്പെട്ട അവന്റെ രക്തവുമാണ്. അല്ല, അത് രണ്ടുമല്ലേ പറഞ്ഞേക്കുന്നത്? അപ്പൊ നമ്മൾ അതിലൂടെയാണ് എൻട്രി ലഭിക്കുന്നത് അങ്ങോട്ട്. എൻട്രി ലഭിക്കാൻ എന്തൊക്കെയുണ്ട് അവിടെ? ദേഹം എന്ന തിരശ്ശീലയുണ്ട്, അത് കീറപ്പെട്ടു, അതിലൂടെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. അവിടെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി തളിക്കപ്പെട്ട രക്തമുണ്ട്. ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി അവന്റെ രക്തത്താൽ നമ്മൾ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എവിടെയായി വിശുദ്ധ മന്ദിരം? ഈ ഹോളാണോ വിശുദ്ധ മന്ദിരം? അല്ല. വിശുദ്ധ മന്ദിരം എന്ന് പറയുന്നത് ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുന്നതല്ല, അത് ദൈവത്തിന്റെ സിംഹാസനമാണ്. അപ്പൊ ദൈവത്തിന്റെ പ്രസൻസിലേക്ക്, കൃപാസനത്തിലേക്ക് എല്ലാ സമയത്തും പ്രവേശനമുള്ള മക്കളാണ് നമ്മൾ. അതെങ്ങനെയാ സാധിച്ചിരിക്കുന്നത്? അവന്റെ രക്തത്താൽ അവന്റെ ദേഹം നുറുക്കി
അവന്റെ ദേഹത്തിലൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള ഒരു പുതുവഴിയിലൂടെ. അപ്പൊ നമുക്ക് ഒരു ഏജന്റിന്റെ ആവശ്യമില്ല, ഒരു റിലീജിയന്റെ ആവശ്യമില്ല, ഒരു മതകർമ്മങ്ങളുടെ ആവശ്യമില്ല. വി ആർ ഓൾവേസ് ദെയർ ഇൻ ഹിസ് പ്രസൻസ്. എല്ലാ സമയത്തും നമുക്ക് കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ അവന്റെ തകർക്കപ്പെട്ട ശരീരവും അവന്റെ രക്തവും നമുക്കായി സംസാരിക്കുന്നു. ഇവിടെ നമ്മൾ ഇത് ആഘോഷിക്കുന്നത്, നമ്മൾ ഒന്നിച്ചു ചേർന്ന് വന്നിട്ട് പറയാണ്, കർത്താവെ, ഞങ്ങൾ ഈ ആഴ്ച മുഴുവൻ അനുഭവിച്ചത്, ഇനി അങ്ങോട്ട് അനുഭവിക്കാൻ പോകുന്നത് എല്ലാം നിന്റെ ശരീരം ഞങ്ങൾക്കായി തകർക്കപ്പെട്ടതുകൊണ്ടാണ്, നിന്റെ രക്തം ഞങ്ങൾക്കായി ഒഴിക്കപ്പെട്ടതുകൊണ്ടാണ്. ഞങ്ങളത് സഭയായി കൺഫസ് ചെയ്യുന്നു. നിന്റെ ഈ ശരീരം തകർക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ, നിന്റെ രക്തം ഒഴിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ പോലും പറ്റില്ലായിരുന്നു. ഞങ്ങൾ ദൂരസ്ഥന്മാരായി നിൽക്കേണ്ടി വരുമായിരുന്നു. അപ്പൊ വർഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും ആ യാഗത്തെ ബേസ് ചെയ്ത് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ഇവിടെ മാത്രമല്ല, ജീവിതത്തിൽ ഏത് ഘട്ടത്തിലായാലും ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനവും അവനെ നമ്മൾ കർത്താവെ സ്തോത്രം എന്ന് പറയുന്നതിനുള്ള അവകാശം നമുക്ക് തന്നത് ഈ കർത്താവിന്റെ യാഗമാണ്. സോ every religious every faith activity, everything that we do shall be based on the sacrifice of Christ for our sake. അതാണ് ഈ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർമികമായ രഹസ്യം. എവ്രിതിങ് ഈസ് ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് എലോൺ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ക്രിസ്തുവിനാൽ മാത്രം പിതാവിന്റെ അടുക്കിലേക്കുള്ള പ്രവേശനം. ഒരു മതത്താലല്ല, സഭയാലല്ല, ഒരു കർമ്മത്താലല്ല, നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തിയാലല്ല. It is by the work that Christ accomplished on the cross, to which nothing can be added. അത് നമ്മൾ കണ്ടു. ഇനി ഒന്നും ആഡ് ചെയ്യാനില്ല, അതെല്ലാം കർത്താവ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാ സമയത്തും ദൈവത്തിന്റെ അടുത്ത് എന്തുണ്ട്? പ്രവേശനമുള്ളതിനാൽ നമ്മൾ ഓർക്കണം, ഈ മണിയടിക്കുമ്പോൾ അല്ലെങ്കിൽ ടൈം ആകുമ്പോൾ മാത്രമല്ല നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുന്നത്, നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം അല്ലേ? നമ്മൾ എല്ലാ സമയത്തും കർത്താവിന്റെ പ്രസൻസിലാണെങ്കിൽ ആ ഒരു റെവറൻസ്, അതാണ് എബ്രായ ലേഖനം 12:28 പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഭയത്തോടുകൂടെ അവനെ സേവിക്കണം എന്ന് പറയാനുള്ള കാരണം, നമ്മുടെ സേവ തന്നെ ദൈവത്തോടുള്ള ഒരു വർഷിപ്പായിരിക്കണം, നമ്മുടെ ഒരു ആദായ സൂത്രമായിട്ട് അത് മാറരുത്. അപ്പൊ വർഷിപ്പ് എന്ന് പറഞ്ഞ് ഇന്നത്തെ ദിവസം നമ്മൾ ആലോചിച്ച് നോക്കിയേ, എങ്ങനെയാണ് നമ്മൾ വർഷിപ്പ് ചെയ്തത്? നമ്മളുടെ വരുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ, ഈ ബാക്കിലെ അങ്ങ് ആദ്യം നിറഞ്ഞു. അപ്പൊ പുറകെ വരുന്നവരെല്ലാം വേറെ കസേര എടുത്തിട്ടിരിക്കുമ്പോൾ ഇവിടെ എല്ലാം കസേര ഫ്രീയാ. അങ്ങനെ വരും. നിങ്ങൾ ആദ്യം വരുന്നവർ ഫ്രണ്ടിലോട്ട് ഇരിക്കുകയാണ്, ഇങ്ങനെ ചെയ്യണം കേട്ടോ. അതും ഒരു സന്തോഷമാണ്. നമ്മൾ ചെയ്യുമ്പോൾ കർത്താവിന്റെ മഹത്വത്തിനായിട്ട് എല്ലാം ചെയ്യും അല്ലെ? പ്രസംഗിക്കാൻ വരുമ്പോൾ എന്തെങ്കിലും രണ്ട് വർത്താനം പറഞ്ഞേക്കാന്നല്ല, അതും ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടാണ്. കർത്താവിന് ഗ്ലോറി ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എല്ലാം ചെയ്യുന്നത്. ദിസ് ഷാൽ ബി ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തെ ഡയറക്റ്റ് ചെയ്യുന്ന തത്വം എന്ന് പറയുന്നത്, ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾ കൊണ്ടും എന്തുണ്ടാകണം? ദൈവത്തിന് മഹത്വം ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ എല്ലാ പ്രവൃത്തികളും, ഇത് സെറ്റ് ചെയ്യുന്നതും ഇത് ഒരുക്കി വെക്കുന്ന എല്ലാം ആ കർത്താവ് മഹത്വപ്പെടാൻ വേണ്ടിയുള്ള വർക്കാണ്. ഇതാരും ഗ്ലോറി എടുക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. സുവിശേഷ വേല ചെയ്യുന്നത്, മിഷണറിമാരായിട്ട് പോകുന്നത്, വചനം പ്രസംഗിക്കുന്നത്, നമ്മൾ വീട്ടിൽ ജീവിക്കുന്നത്, വർത്താനം പറയുന്നത്, നമ്മൾ നടക്കുന്നത്, ഇരിക്കുന്നത് എല്ലാം നമ്മൾ എവിടെ ഇരുന്നോണ്ടാ ചെയ്യുന്നേ? ദേഹം എന്ന തിരശ്ശേരിയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പൊതുവഴിയായി പിതാവിന്റെ അടുത്ത് മക്കളായി ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്. സോ എവറി ആക്ട് ദാറ്റ് വി ഡു ഷാൽ ബി എ മീനിങ്ഫുൾ വർഷിപ്പ് ടു ദ ലോർഡ്. അതെല്ലാം ദൈവത്തിന് ഉചിതമായ മനോഹരമായ വർഷിപ്പായിട്ട് മാറേണ്ടത് ആവശ്യമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വർഷിപ്പ് എന്ന് പറയുന്നത് ഒരാള് പെട്ടെന്ന് എഞ്ചിനീയർ ചെയ്തെടുക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഈ വർഷിപ്പ് ലീഡർ എന്നുള്ള ആ തസ്തിക തന്നെ ശരിയല്ല നമ്മൾ പറയാനുള്ള കാരണം. വർഷിപ്പ് ഈസ് നോട്ട് അബൌട്ട് അവർ ഇമോഷൻസ്, നോട്ട് അബൌട്ട് വാട്ട് വി ആർ ഡൂയിങ്. വർഷിപ്പ് ഈസ് ഓൾ അബൌട്ട് ഹൂ ഗോഡ് ഈസ്. ദൈവം ആരാണ് എന്നുള്ളതിന്റെ വെളിപ്പാടാണ് നമ്മെ വർഷിപ്പ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും അത് വർഷിപ്പ് തന്നെ വിളിക്കാൻ പറ്റത്തില്ല. എത്ര ഉച്ചത്തിൽ പ്രൈസ് ചെയ്താലും നമുക്ക് ഇതിനിടയിൽ കൺട്രോൾ പോയി ബോധം പോയാലും അത് വർഷിപ്പല്ല. ചില ആൾക്കാർ വിചാരിക്കുന്നേ ഈ നമ്മൾ ഈ കൈ അടിച്ചടിച്ച് ഉന്മാദാവസ്ഥയിൽ വരുന്ന അതേ ഈ വർഷിപ്പ് എന്നാണ്. അത് നമ്മൾ ഫീൽ ചെയ്ത എന്തോ ഒരു ഫീലിംഗ് ആണ്. ദറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് വാട്ട് ഗോഡ് ഫെൽറ്റ്. ദൈവത്തിന് എന്താ തോന്നിയെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ വർഷിപ്പിനകത്ത് ആര് ഡിലൈറ്റ് ചെയ്തോന്നാ പ്രധാനം. ദൈവം ഇതിനകത്ത് സന്തോഷിച്ചോ എന്നുള്ളതാണ് വർഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലേ? വർഷിപ്പ് ചെയ്യുന്നവരെല്ലാം എന്താ നോക്കിക്കൊണ്ടിരുന്നേ? ദൈവത്തിന്റെ പ്രസാദം എനിക്ക് ലഭിച്ചോ. ഏലിയാവ് യാഗം കഴിച്ചപ്പോൾ ഏലിയാവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? ഓരോ യാഗത്തിലും യാഗം കഴിക്കുന്നവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഇത് ആർക്കാണോ ഈ യാഗം കഴിക്കുന്നത് ആ ആള് പ്രസാദിക്കാൻ വേണ്ടിയല്ലേ അല്ലെ? ഇപ്പൊ നമ്മൾ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും സ്തോത്രം ചെയ്യുന്നതും എല്ലാം എന്തിനു വേണ്ടി ആയിരിക്കണം?
നമ്മൾ ആൾക്കാർ ഇടപെടുന്നതും സംസാരിക്കുന്നതും സുവിശേഷ വേല ചെയ്യുന്നതും എല്ലാത്തിൻ്റെയും പർപ്പസ് എന്ന് പറയുന്നത് there shall be glory unto the Lord. ദൈവത്തിന്റെ നാമം എപ്പോഴും മഹത്വപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് ആർക്കും ആരെയും നിർബന്ധിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ വചനം സംസാരിക്കുമ്പോൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അല്ല ഞാൻ വചനം പറയുന്നത്, നിങ്ങളൊന്ന് ഉത്സാഹിപ്പിക്കാൻ, അതൊന്നും എൻ്റെ ഉദ്ദേശമല്ല. അതൊക്കെ ദൈവാത്മാവിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വചനം പറയുന്നത് കർത്താവ് നിങ്ങളോട് എന്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവൻ ഇവിടെ നിന്ന് പറയുകയായിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു എന്നുള്ളൊരു അന്വേഷണമാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും, ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരും. ഗ്ലോറി only belong to the Lord. It is not for the sake of men, it is for the sake of God. വർഷിപ്പ് അങ്ങനെയാണ്. വർഷിപ്പിനകത്ത് ദൈവത്തിന് മാത്രമാണ് എപ്പോഴും മഹത്വം അർപ്പിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങളിത് കേൾക്കുന്നതല്ല എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കുന്നതിനുള്ള മീൻസ് ഓഫ് ഗ്രേസ് ആയിട്ടാണ് നമ്മൾ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അതാണ് നമ്മുടെ യഥാർത്ഥ വർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ നിയമത്തിലെ വർഷിപ്പ് എന്തിനെ ആധാരമാക്കിയുള്ളതാണ്? എപ്പോഴും കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ ആധാരമാക്കിയുള്ളതാണ്. ആ മരണ പുനരുത്ഥാനങ്ങളെ ആധാരമാക്കിയുള്ളതാണ്. ഇതിനെക്കുറിച്ചൊരു ജനറൽ അവയർനെസ് എല്ലാ ക്രിസ്ത്യൻ ചർച്ചുകളിലും ഉണ്ട്. തെറ്റായിട്ടാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നതെങ്കിലും എല്ലാ ക്രിസ്ത്യൻ ചർച്ചുകളിലും ഇത് യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ സംബന്ധിക്കുന്ന, യാഗത്തെ സംബന്ധിക്കുന്നതാണ് എന്നുള്ളൊരു അവയർനെസ് ലോകത്തുള്ള എല്ലാ ഡിനോമിനേഷൻസിലും ഉണ്ട്. നിങ്ങൾ റോമൻ കത്തോലിക്ക സഭയിൽ പോയി കഴിഞ്ഞാൽ ഒരു കുർബാന അർപ്പിക്കുകയാണ്. ആ കുർബാന തെറ്റായിട്ടായിരിക്കും അവർ ചെയ്യുന്ന, തിയോളജിക്കൽ റോങ് ആണ്. ദൈവത്തിന് തന്നെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു അപ്പം എടുത്തിട്ട് അത് യേശുവിന്റെ ശരീരമാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ആ യാഗം കഴിക്കുമ്പോൾ ആ ഏക യാഗത്തെ അവർ അർത്ഥമില്ലാത്തതാക്കി മാറ്റുക. കാരണം അതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല. ഓക്കെ, ഇതും കൂടെ ഇരിക്കട്ടെ, അതല്ലേ ഇതും കൂടെ ഇരിക്കട്ടെ, വീണ്ടും വീണ്ടും യാഗം കഴിക്കാം. അപ്പൊ ശരിക്കും അത് പുതിയ നിയമത്തിന് വിരുദ്ധമാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു പറയുന്ന കാര്യം എന്താണ്? കർത്താവ് കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പം എടുത്ത്, അതല്ലേ പറയുന്നത്. അതാണ് അതിന്റെ ബേസിസ്. യാക്കോബിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇത് തന്നെയാണ്. കർത്താവ് കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പം അതാണ് അതിന്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത്. കാരണം ക്രിസ്തുവിന്റെ മരണം അത് അവർ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർ വീണ്ടും ആ യാഗം അവിടെ കഴിക്കാനിരിക്കുന്നതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. നിങ്ങളുടെ ബ്രദറും ചർച്ചിൽ പോയാൽ അവിടെ അപ്പം നുറുക്കും. അപ്പം നുറുക്കിയില്ലെങ്കിൽ അവരെ ചർച്ചായിട്ട് പരിഗണിക്കത്തേ ഇല്ല. കാരണം അപ്പം നുറുക്കുന്നതാണ് ഈ യാഗത്തിന്റെ ഓർമ്മ എന്ന് പറയുന്നത്. CSI പള്ളിയിൽ പോയാലും മർത്തോമ പള്ളിയിൽ പോയാലും ഏത് പള്ളിയിൽ പോയാലും ചർച്ചിൽ പോയാലും അവിടെ എല്ലാ സെൻട്രൽ ഞായറാഴ്ച സഭ കൂടി വരുമ്പോൾ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്താണ്? അപ്പം നുറുക്കലാണ്. എന്നാൽ ഈ പെന്തക്കോസ്ത് സഭകളിലാണ് അതിന്റെ പ്രാധാന്യം ഒട്ടും ഇല്ലാതെ പോവുകയും ഈ വർഷിപ്പ് എന്ന് പറയുന്നത് അപ്പം നുറുക്കലുമായിട്ട് കണക്ട് ചെയ്യാതെ അത് ആളുകളുടെ പെർഫോമൻസുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനൊരു വർഷിപ്പ് കൾച്ചർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന അന്ത്യകാലത്ത് where Christ is not glorified, that worship leader is praised. ഞാൻ പലപ്പോഴും ഞെട്ടിപ്പോയിട്ടുണ്ട്. ചില ആൾക്കാർ ഈ വർഷിപ്പ് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും നല്ല വർഷിപ്പ് ഇന്ന് തന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? നമുക്കിന്ന് ഇത്രയും നല്ല വർഷിപ്പ് തന്ന ദൈവത്തിന് സ്തോത്രം എന്ന്. അപ്പൊ അവർ വിചാരിക്കുന്ന വർഷിപ്പ് എന്നാന്നറിയോ? ഇത്രയും കൺട്രോൾ കളഞ്ഞ് എനിക്ക് ഉന്മാദത്തിലാകാൻ ദൈവം എന്നെ അനുവദിച്ചതിനായിട്ട് അതിനെ ഈ വർഷിപ്പ് എന്ന് വിളിച്ചിരിക്കുന്നത്. ആ ഒരു എക്സ്യൂബറൻസ്, ആ ഒരു എക്സ്റ്റസി, അതിനെയാണ് വർഷിപ്പ്. പ്രിയ സഹോദരങ്ങൾ, അത് വർഷിപ്പ് അല്ല, നമ്മൾ ഫീൽ ചെയ്തതാണ്. വർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ദൈവത്തിന് സമർപ്പിച്ചത് എന്നുള്ളതാണ്. there is a big difference between these two concepts. ഓക്കെ, അപ്പോൾ വർഷിപ്പിന്റെ പ്രത്യേകത എന്താണ്? വർഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വർഷിപ്പ് ഈസ് ഓൾവേസ് വിതിൻ ദ കവനന്റ്. ഓരോ കവനന്റിലും വർഷിപ്പിന് വ്യത്യാസമുണ്ട്. നിങ്ങൾ ആദ്യത്തെയൊക്കെ ഉൽപ്പത്തി പുസ്തകമൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ വർഷിപ്പ് കണ്ടാൽ നമുക്ക് വിഷമം തോന്നും. യാക്കോബ് ഒരു കല്ലെടുത്തുകൊണ്ട് പ്രതിഷ്ഠിച്ചു ബഥേല്, അല്ലേ? അതൊക്കെ മതിയോ? അത് പോരാ. പക്ഷെ അവർക്ക് അത്രേ പറ്റുന്നുള്ളൂ. ദൈവത്തെക്കുറിച്ച് ഒരു അറിവുമില്ല. അത്രേ പെർമിറ്റഡ് ആയിട്ടുള്ളൂ. അതിൽ കൂടുതൽ അവർക്ക് ദൈവത്തെക്കുറിച്ച് അറിവില്ല. അത് കഴിഞ്ഞ് കർത്താവ് മോശയ്ക്ക് അവനെ വെളിപ്പെടുത്തി, ദൈവം ആരാണ് എന്ന് വെളിപ്പെടുത്തി, ദൈവത്തിന്റെ തേജസ് എന്താണെന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആ വർഷിപ്പിന് ഭയങ്കരമായ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായി. അത് എങ്ങനെ അനുഷ്ഠിക്കണം എന്നുള്ളത് എലാബറേറ്റ് പ്രോസസ്സായിട്ട് വന്നു. വലിയ ബുദ്ധിമുട്ടായി. തിരശീല കൊണ്ട് ജനങ്ങളെ അകറ്റി നിർത്തേണ്ടി വന്നു, അല്ലെ? മഹാപുരോഹിതൻ മാത്രം അകത്ത് പ്രവേശിക്കുന്ന ഒരു സ്പെഷ്യൽ വർക്കായിട്ടത് മാറി. ചില സ്പെഷ്യലിസ്റ്റുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയായിട്ടത് മാറി. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആ തിരശീല എന്നേക്കുമായി കീറിക്കളയുകയും ആ ആത്മീക ദേവാലയത്തിൽ എപ്പോഴും പ്രവേശിക്കാനുള്ള അധികാരം തന്നത് വഴി ഈ പൗരോഹിത്യത്തെയും ഇടനിലക്കാരെ എടുത്തു മാറ്റി ദൈവം നമ്മളുമായി ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ആ പഴയ കാലവും ഇന്നും നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന സ്വാതന്ത്ര്യം വെച്ച് നോക്കുമ്പോൾ എന്തുമാത്രമാണ് നമുക്ക് ദൈവം അവനെ തന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന വേദപുസ്തകത്തിലൂടെ.
ആ വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വർഷിപ്പ് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഒരു വിടുതലില്ല, എന്താ ചെയ്യേണ്ടത്, ഒരു വിക്ടറി ഇല്ല, എന്താ അതിന് ഏറ്റവും നല്ല വഴി? നമുക്കൊരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴി എന്താ? ആരാധിക്കുമ്പോൾ അതെന്ത് വിടുതല? പണ്ട് ഞാൻ ആദ്യമായിട്ട് ചർച്ചിൽ പോയ കാലഘട്ടത്തിൽ ഒരു ദിവസം എനിക്ക് ഇത്തിരി ചെറിയൊരു ടെമ്പറേച്ചർ പോലെയൊക്കെ, അപ്പം ഞാൻ ഇത്തിരി വിറച്ചും ഒക്കെയാണ് ഇരിക്കുന്നത്. ബാക്കിൽ കസേരയിലിരിക്കുകയാണ്. അപ്പോഴാണ് നല്ല ഈ കൈയടിച്ചുള്ള പാട്ട്, അന്യഭാഷ വർഷിപ്പിലാണ്. അപ്പം ഞാനും അതിൻ്റെ കൂടെ കൂടി നല്ലപോലെ കൈയടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ലപോലെ വേർത്തു. അപ്പോൾ വേർത്ത് കഴിഞ്ഞപ്പോൾ പനി അങ്ങ് പോയി തൽക്കാലത്തേക്ക്. അപ്പോൾ ഒരു ഭയങ്കര വിടുതലായിരുന്നു. ഈ വേർത്ത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ, ഈ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങുന്ന ജിമ്മിൽ നിന്നൊക്കെ വരുന്ന പിള്ളേരുടെ ഒരു പ്രത്യേക ഒരു ഉണർവാണ്. നമ്മൾ കൈയടിച്ച് നല്ലപോലെ രക്തോട്ടമൊക്കെ ഒന്ന് ശരീരത്തിലൊന്ന് പാസ് ചെയ്തൊന്ന് ജമ്പൊക്കെ ചെയ്തൊന്ന് വേർത്തുന്നിട്ട് ആ ഫാൻ അടിച്ചൊന്ന് തണുക്കുമ്പോൾ നല്ല സുഖമല്ലേ? ചില ആൾക്കാരെങ്കിലും ഇതിനെ വിടുതലെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു ഭയങ്കര വിടുതലായിരുന്നു ഇന്ന്, അല്ലേ? കേട്ടിട്ടില്ലേ? അപ്പൊ ഇതിനിടയിൽ ഈ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർ പറയുകയും ചെയ്യും, നിങ്ങളുടെ ബന്ധനം ഒഴിഞ്ഞിരിക്കും. അപ്പൊ തോന്നുന്നു, ഓക്കെ ശരിയാണ്, ഈ വേർത്ത് വഴി എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇപ്പൊ തണുപ്പ് അനുഭവിക്കില്ലേ, അല്ലെ? വേർത്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഫാനിൽ കാറ്റിന്റെ കീഴെ ഇരിക്കുമ്പം ഇങ്ങനെയൊക്കെ ഞാൻ ആദ്യം ഇത് അനുഭവിച്ചുകൊണ്ടിരുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ അനുഭവിക്കുന്നവർ ഇപ്പോഴും കാണുമായിരിക്കും. പക്ഷെ ആരാധിക്കുമ്പോൾ യഥാർത്ഥ വിടുതല് ഏത് ശത്രുവിൽ നിന്നറിയാം? അത് ഞാൻ എന്ന ശത്രുവിൽ നിന്നാണ്. നിനക്ക് മഹത്വം എന്ന് പറയുമ്പം, മഹത്വം ആഗ്രഹിക്കുന്ന ഒരു ഫ്ലഷ് ഇവിടെ ഇരുന്ന് തകരുന്നുണ്ട്. ഒരാളൊന്ന് പറയാ, ചേസ് ബ്രദറെ നന്നായിരുന്നു പ്രസംഗമൊക്കെ, പക്ഷെ ചേസ് ബ്രദറിന്റെ മിടുക്കൊന്നും അല്ല, അത് കർത്താവ് തന്നതാണ്, കർത്താവിന് ഞങ്ങൾ നന്ദി പറഞ്ഞോളാം എന്നൊരാൾ പറയുമ്പം സ്തോത്രം. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നാറുള്ളൂ. പക്ഷെ പണ്ട് അങ്ങനെ തോന്നില്ലായിരുന്നു. പണ്ട് ഞാൻ വിചാരിക്കായിരുന്നു, എനിക്കും കൂടെ ഒരു താങ്ക്സ് ഇരിക്കട്ടെ, കാരണം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടല്ലേ. ആ ഒരു ഗ്ലോറി തട്ടിയെടുക്കാനുള്ള ഒരു പ്രവണത നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ നമ്മൾ എവിടെ നിന്നാ രക്ഷപ്പെടുന്നേ? നമ്മുടെ ഫ്ലഷിൽ നിന്നാണ്. നമ്മളെല്ലാറ്റിനും ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ നമ്മുടെ ഫ്ലഷിൽ നമ്മൾ രക്ഷപ്പെടുന്നു മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരെ വെറുക്കുന്നതും തീരും. നമ്മൾ വേറൊരാളെ വെറുക്കാനുള്ള കാരണം എന്താ? ബേസിക്കലി എന്താ കാരണം? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരാളോട് നമുക്ക് അകൽച്ച തോന്നാനുള്ള കാരണം എന്താ? ആരോടും നിങ്ങൾക്ക് അകൽച്ച ഇല്ലാന്ന് നിങ്ങളിപ്പോൾ പറയുമായിരിക്കും. പക്ഷെ എങ്കിലും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അകൽച്ചയുള്ള ആൾക്കാർ കാണും. എന്താ അതിന്റെ റീസൺ? നിങ്ങൾക്ക് അവരെക്കാളും മെറിറ്റ് ഉള്ളതുകൊണ്ടല്ലേ? അല്ലേ? നിങ്ങൾക്ക് അവരെക്കാളും മെറിറ്റ് ഉള്ളത് കൊണ്ടല്ലേ? ഒരു നിമിഷം ആലോചിച്ച് നോക്കിയാൽ, ഞാൻ ഏറ്റവും വലിയ പാപിയാണെന്ന് എൻ്റെ ഉള്ളം കൊണ്ട് എനിക്ക് അറിയാമെങ്കിൽ, ദൈവത്തിന് മാത്രം ആ കർത്താവ് മഹത്വം എന്ന് എൻ്റെ വായിൽ നിന്നും എൻ്റെ ഹൃദയത്തിൽ നിന്നും വന്നാൽ, ഏതെങ്കിലും ഒരു സഹോദരനോട് അകന്നിരിക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. സാധ്യമാണോ? ഇപ്പൊ നിങ്ങളെ കുടുംബജീവിതത്തിലേക്ക് തന്നെ നോക്കാം. അതാണ് ഏറ്റവും നോക്കാൻ എളുപ്പമുള്ള സ്ഥലം, എപ്പോഴും കാണാമല്ലോ. ഈ കുടുംബജീവിതത്തിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്പൗസിനെ നോക്കിയിട്ടൊന്ന് വിലയിരുത്തി നോക്കിക്കേ, എങ്ങനെയുണ്ട് ആള്? വിലയിരുത്തിയോ? ഇനി ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കർത്താവെ ഞാൻ ഏറ്റവും അയോഗ്യൻ, ക്രിസ്തു അല്ലാതെ യോഗ്യനായ ആരുമില്ല, പറഞ്ഞു നോക്കിയേ. അപ്പൊ അതിനകത്ത് രക്ഷപ്പെട്ടില്ലേ? മക്കളെ ചൊല്ലിയും സ്പൗസസിനെ ചൊല്ലിയും അന്തരീക്ഷത്തെ ചൊല്ലിയും സാഹചര്യങ്ങളെ ചൊല്ലിയും ഒക്കെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം അത് നിർത്തിയിട്ട്, കർത്താവെ നീ ഇത് അനുവദിക്കാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ വരത്തില്ല, നീ തന്നത് മാത്രമേ ഉള്ളൂ, എല്ലാം നിന്റെ വിസ്ഡവും നന്മയുമാണെന്ന് പറയുമ്പം തീർച്ചയായിട്ടും നമുക്ക് ഒരു സന്തോഷവും സ്നേഹവും തോന്നത്തില്ലേ? അപ്പൊ ശരിക്കും നമ്മുടെ പാപത്തിന്റെ ക്ലച്ചിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നത്, പാപത്തിന്റെ മുറുകപ്പെടുത്തൽ നമ്മളെ വിടുവിക്കുന്നത് എന്താണ്? സ്തോത്രമാണ്, സ്തുതിയാണ്. സ്തുതിസ്തോത്രയാങ്ങളിലൂടെ നമ്മുടെ ആത്മീക ജീവിതം ഷെയ്പ്പായി വരിക. അതൊരു കറക്റ്റ് ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് ഈ വർഷിപ്പിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഞാൻ അതുകൊണ്ട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നതിന് പകരം കുടുംബമായി ആരാധിക്കുക എന്ന് പറയുന്നത്, അതായത് വർഷിപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ്. ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. പേഴ്സണൽ ആയിട്ടായാലും കുടുംബമായിട്ടായാലും ഇറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ടു ഗിവ് ഗ്ലോറി ടു ഗോഡ് റാദർ ദാൻ ഓൾ ദ ടൈം ക്യാരിയിങ് യുവർ നീഡ്സ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഈ കർത്താവിനോട് കുറെ കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്യോ, പ്ലീഡ് ചെയ്യോ, അതിന് പകരം അതൊന്നും നിർത്തിയിട്ട്, കർത്താവെ നീ എനിക്ക് തന്നതിന് തന്നെ നന്ദി പറയാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ല, അതുകൊണ്ട് കർത്താവെ നിനക്ക് സ്തോത്രം എന്ന് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ വ്യത്യാസം വരും. നമ്മുടെ കാഴ്ചകൾക്ക്
തീർച്ചയായിട്ടും വ്യത്യാസം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ലൈഫിനെ ഷേപ്പ് ചെയ്യാൻ, നമ്മുടെ ലൈഫിനെ രൂപപ്പെടുത്തുവാൻ വർഷിപ്പിന് സാധിക്കും. ഇഫ് യു ആർ എ വർഷിപ്പിംഗ് പേഴ്സൺ, അവർ ലൈഫ് പെർസ്പെക്റ്റീവ്സ് വിൽ ബി ടോട്ടലി ഡിഫറെൻറ്റ്. നിങ്ങളൊന്ന് വേണമെങ്കിൽ ചിന്തിച്ച് നോക്ക്, ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ എല്ലാറ്റിനും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം മാറും. നമുക്ക് ആളുകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഇപ്പം ലൈഫിൽ എന്തെങ്കിലും പരാജയം നേരിടുകയെന്ന് വിചാരിച്ചോ, നമ്മൾ നിരാശരായിരിക്കാന്ന് വിചാരിച്ചോ, ഒരു നിമിഷം കർത്താവേ, എനിക്ക് ഈ അവസ്ഥയിലൂടെ എന്നെ കടത്തിവിടുന്നത് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സോവറിറ്റി ആണ്. നീ ഇത്രയും വിവേകവും പരിജ്ഞാനവുമുള്ള ദൈവമാകയാൽ നിനക്ക് സ്തോത്രം എന്ന് പറഞ്ഞു നോക്കി. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെല്ലാം ആ കർത്താവ് നോക്കുന്ന കാഴ്ചയിലൂടെ നമുക്ക് കാണാൻ പറ്റും. ആ കർത്താവ് നോക്കുന്ന കാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് നമ്മുടെ സഹോദരങ്ങളോടെല്ലാം ആ കർത്താവിൻ്റെ കണ്ണുള്ളവരായി നമ്മൾ മാറുന്നത്. ഓക്കെ, നമ്മുടെ മെറിറ്റ് അല്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല നമ്മുടെ ആത്മീക ജീവിതം. ഇറ്റ് ഈസ് ഫൗണ്ടഡ് ഓൺ മീനിങ് വർഷിപ്പ്. അതുകൊണ്ടാണ് 12-ാം അധ്യായത്തിലെ ഈ വർഷിപ്പിനെ കുറിച്ച് റോമാലേഖനം 12:1 നമ്മൾ വായിച്ചത്. ഈ 12:1 നമ്മളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയുണ്ട്. ആ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 11-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യമാണ്. 32 മുതലുള്ള വാക്യങ്ങളാണ്. അതിന്റെ 32-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഫോർ ഗോഡ് ഹാസ് കൺക്ലൂഡഡ് ദം ഓൾ ഇൻ അൺബിലീഫ് ദാറ്റ് ഹി മൈറ്റ് ഹാവ് മേഴ്സി അപ്പോൺ ഓൾ. എല്ലാവരോടും കരുണ കാണിക്കേണ്ടതിന് ദൈവം എന്ത് ചെയ്തു? എല്ലാവരെയും ഉറക്കെ വായിച്ച് അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. അപ്പൊ ദൈവം എന്ത് ചെയ്തു? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കർത്താവിനെ വർഷിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുന്നതെന്ന് പറഞ്ഞ്, ഞാൻ അയോഗ്യൻ, കർത്താവെ നീ മാത്രം യോഗ്യൻ. അപ്പൊ ദൈവം അങ്ങനെ ഒരു സ്തോത്രം നമ്മളിൽ ഉണ്ടാക്കാൻ വേണ്ടി, രക്ഷിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? എല്ലാവരോടും കരുണ കാണിക്കാൻ വേണ്ടി ദൈവം എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. അപ്പൊ എല്ലാവരെയും നന്നാക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. അപ്പൊ പൗലോസ് ചോദിക്കുകയാണ്, അടുത്ത ചോദ്യം കേട്ടോണേ. ഈ ദൈവത്തിന്റെ ജ്ഞാനം ഭയങ്കരമാണ്. വേറെ ഏതെങ്കിലും മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കുമോ? ദൈവം എങ്ങനെ ചിന്തിച്ചത്? എല്ലാവരും അനുസരണക്കേടിൽ അങ്ങ് അടച്ചു കളഞ്ഞേക്കാൻ തീരുമാനിച്ചു. എന്തിനു വേണ്ടിയാ? അപ്പൊ ആര് നോക്കിയാലും അവര് കാണുന്നത് അനുസരണക്കേടിൽ അടയ്ക്കപ്പെട്ട ആളെയാണ്. അതുകൊണ്ട് അവനെ തന്നെ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ശരിയല്ലേ? അപ്പൊ വർഷിപ്പ് ഉണ്ടാകുന്നത് എങ്ങനെയാ? നമ്മളിൽ നിന്നൊരു മീനിങ് വർഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി, നമ്മളെ വർഷിപ്പ് ചെയ്യുന്ന മക്കളാക്കി മാറ്റാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? സകലരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിന്റെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നേ, എന്താ പറയുന്നേ? വായിച്ചു. ആ ദൈവത്തിന്റെ ജ്ഞാനം, ധനം, അറിവ് എന്നിവയുടെ ആഴമേ. ദൈവത്തിന് എന്തൊരു പരിജ്ഞാനത്തിലാണ് അത് ചെയ്തത്. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും മനുഷ്യൻ ഗ്ലോറി അന്വേഷിച്ചും എടുത്തും നടന്നേനെ. ദൈവം എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞില്ലായിരുന്നുവെങ്കിൽ ചില ആളുകൾ മഹത്വം എടുത്ത് ബാക്കിയുള്ളവരെ വിമർശിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരെയും രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. കാരണം ഒരു മനുഷ്യനും ഗ്ലോറി ചെയ്യാതെ ആ മഹത്വം ദൈവത്തിന് അർപ്പിക്കുവാൻ വേണ്ടി. അപ്പൊ നമ്മൾ ആരുടെ പാപത്തെ തപ്പിപ്പോയാലും എന്തായിരിക്കും കിട്ടുന്ന ഉത്തരം? നിങ്ങൾ ആരുടെ പാപത്തെ തപ്പിത്തിരിഞ്ഞു പോയി അവനെ കുറ്റം വിധിക്കാൻ വേണ്ടി വാ തുറക്കുമ്പോൾ ദൈവത്തിന്റെ ഈ വാക്ക് നിങ്ങളുടെ മുമ്പിൽ വരും: സകലരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. മനസ്സിലായി? അതാണ് ദൈവത്തിന്റെ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ ഹംബിൾ ആക്കി മാറ്റുന്നത്. വർഷിപ്പ് മേക്സ് us ഹംബിൾ ആൻഡ് ഫോംസ് അവർ വേൾഡ് വ്യൂ. നമ്മൾ എങ്ങനെയാണ് ലോകത്തെ കാണേണ്ടത്, എങ്ങനെയാണ് ദൈവത്തെ കാണേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ചുറ്റുമുള്ളവരെ കാണേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ വർഷിപ്പാണ്. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദാറ്റ്. അപ്പൊ പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വിടുതലില്ലാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, വിടുതലില്ലാന്ന് തോന്നുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ആ മീനിങ് വർഷിപ്പിലേക്ക് പ്രവേശിക്കാതെ നമ്മൾ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. എ പേഴ്സൺ ഹു വർഷിപ്സ് ഈസ് എ ലിബറേറ്റഡ് പേഴ്സൺ. അവൻ ലിബറേറ്റ് ചെയ്യപ്പെട്ട, സ്വതന്ത്രനാക്കപ്പെട്ട വ്യക്തിയാണ്. ക്ലിയർ അല്ലേ അത്? അപ്പം വർഷിപ്പ് ആർക്കാ പ്രയോജനം?
ഈ ആരാധിക്കുമ്പോൾ ആർക്കാ? ചില ആൾക്കാർ പറയുന്നത് ഈ ദൈവത്തിന് എന്തിനാ ഇത്രയും വർഷിപ്പെന്ന്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ബ്രദറെ, ദൈവത്തിന് ഇത്ര ആരാധന കൊതിയാണോ? ദൈവത്തിന് ആരാധന സ്വീകരിക്കാൻ ഇത്രയും കൊതിയാണോ? ആണോ? ശരിക്കും നമ്മൾ ദൈവത്തെ ആരാധിച്ചാൽ ദൈവത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എന്തിനാ നമ്മൾ ആരാധിക്കാൻ പറഞ്ഞേക്കുന്നത്? ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പറയുവാണ്, പ്രസംഗിക്കുക, ചില ആൾക്കാർ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കേട്ടിട്ടേ ഉള്ളൂ, ഉറപ്പില്ല. ഈ പ്രസംഗം പറയുന്നതിന് മുമ്പ് ക്ഷണിക്കുമല്ലോ, അപ്പൊ ക്ഷണിക്കാൻ നേരത്തെ എന്നെക്കുറിച്ച് ഇന്നതൊക്കെ പറഞ്ഞേക്കണം എന്ന് നേരത്തെ പറഞ്ഞേൽപ്പിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ മാത്രം ഞാൻ ഒരാൾ അങ്ങനെ പറയുന്ന കണ്ടിട്ടുണ്ട്. ഒരാൾ ഇങ്ങനെ എഴുതി കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ എന്നെക്കുറിച്ച് ഇൻട്രഡക്ഷൻ പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറയണമെന്നും പറഞ്ഞു. അപ്പോൾ ഞാനത് ഇങ്ങനെ വിഷമത്തോടെ നോക്കി നിന്നു. പക്ഷെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പുള്ളിയെക്കുറിച്ച് തന്നെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ദൈവം, നമ്മളത് കേൾക്കുമ്പോഴേ അറിയാം, എന്തൊരു കഷ്ടമാണ്, എത്ര അല്പത്തരമാണ്. അപ്പൊ ദൈവം എന്താ പറയുന്നത്? എപ്പോഴും എന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കാൻ. അതെന്തോ അങ്ങനെ ദൈവം? കർത്താവ് എന്താ പറയുന്നത്? നിങ്ങൾ എപ്പോഴും എന്നെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും, എപ്പോഴും എന്നെ പുകഴ്ത്തിക്കോ, എപ്പോഴും ദൈവം എത്ര വലിയവൻ, എത്ര മഹാൻ, എത്ര ഗ്രേറ്റ്, എത്ര കാരുണ്യവാൻ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാ ദൈവത്തിന് അങ്ങനെ കേൾക്കാൻ ഇത്ര ഇഷ്ടം? നമ്മളോട് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകല്ലെന്ന്? പക്ഷെ ദൈവം എന്തുകൊണ്ടത് ആവശ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിന് വേണ്ടിയല്ല, അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ കുഴപ്പത്തിലാകുന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ പാപത്തിന്റെ അടിമത്തത്തിൽ വീണ്ടും വീഴുമെന്ന് മാത്രമല്ല, അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ദൈവത്തിന് സ്തുതിസ്തോത്ര യാഗങ്ങൾ അർപ്പിക്കുന്നത് ഉചിതമാണ്. ഉചിതമായ ഒരു കാര്യം ചെയ്യുന്നതിനകത്ത് ലജ്ജയില്ല. അതേസമയത്ത് എന്നെ പൊക്കി പറയുന്നത് ഉചിതമല്ല, അത് എനിക്ക് യോഗ്യവുമല്ല. ആ യോഗ്യമല്ലാത്ത കാര്യം ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അറപ്പ് തോന്നുന്നത്. നമുക്ക് ഏറ്റവും പ്രയോജനമുള്ളൊരു കാര്യമാണ് ഈ വായില് തുപ്പൽ എന്ന് പറയുന്ന സാധനം, ഉമിനീര്, അല്ലേ? ഇപ്പൊ ഞാൻ ഉമിനീര് വറ്റിക്കൊണ്ടിരിക്കുവായിരുന്നു, അന്നേരം കറക്റ്റ് വെള്ളം ദൈവം പറഞ്ഞു വിട്ടത്. അപ്പൊ ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അത് വായിലിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നല്ലത്. വേറൊരുത്തന്റെ ഷർട്ടിലായാലോ എങ്ങനെയായിരിക്കും? അവന്റെ അവസ്ഥ ഭയങ്കരമായിരിക്കും. അതുപോലെയാണ് ഈ സ്തോത്രം കർത്താവിന് അർപ്പിക്കപ്പെടുമ്പോൾ മാത്രമേ അത് മനോഹരമാവുന്നുള്ളൂ, എല്ലാ ഓർഡറിൽ വരുന്നുള്ളൂ. അതൊരു മനുഷ്യന് പോകുമ്പോൾ അത് ഭയങ്കര വൃത്തികേടാണ്. When a man is exalted, it looks very ugly. ആണോ? അതുകൊണ്ടാണ് ഒരു മനുഷ്യനും പ്രശംസ എടുക്കാതെ, വർഷിപ്പ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെയും പ്രശംസ നോക്കാതെ അത് കർത്താവിന് മാത്രം മഹത്വം കൊടുക്കുന്ന. ഇത് എന്തുകൊണ്ട് ഇത്ര പ്രധാനമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേറെ ഒരു വഴിയിലും ദൈവത്തിന്റെ കരുണയോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല. We can only stand in awful admiration of God's sanctifying grace. അതിനകത്ത് നമുക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. പോൾ വാസ് ഒരിക്കൽ പറഞ്ഞ പോലെ, രക്ഷയുടെ ഇക്വേഷനിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം, കർത്താവ് ഇവിടെ ഒന്ന് മരിക്കാനിടയാക്കിയ ആ പാപം മാത്രമാണ്. There is no other contribution. ഈ രക്ഷയുടെ ഇക്വേഷനിൽ ആകെ നമ്മുടെ സ്വന്തമായിട്ടുള്ള എന്നാന്നറിയോ? കർത്താവിനെ ക്രൂശിൽ തറച്ച് കൊന്ന ആ പാപം മാത്രമാണ്. ദാറ്റ്സ് ഹ്യൂമൻ കോൺട്രിബ്യൂഷൻ. ചിലർക്കവരുണ്ട്, ഹ്യൂമൻ കോൺട്രിബ്യൂഷനും കൂടെ ഉണ്ട് ബ്രദറെ, ഇതാണ് കോൺട്രിബ്യൂഷൻ. ഇതില്ലായിരുന്നെങ്കിൽ കർത്താവ് ഇറങ്ങി ഒന്ന് മരിക്കേണ്ട ആവശ്യം പോലും ഉണ്ടാകുമായിരുന്നില്ല. സോ ദൈവത്തിന്റെ വിശുദ്ധത്തെ കുറിച്ച് പറഞ്ഞിട്ട് 11-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പറഞ്ഞ അവന്റെ 11:33 വായിക്കാമോ? അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയം. അപ്രമേയം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തത്. അടുത്തത്, അവന്റെ വഴികൾ എത്ര അഗോചരം. അഗോചരം എന്ന് പറഞ്ഞാൽ എന്തോ? ഗോചരമായതെന്ന് പറഞ്ഞാൽ, ഗോചരമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന, പെർമിയബിൾ അല്ലെ, ട്രാൻസ്പെറന്റ്. അഗോചരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റാത്തത്. ഈ പിയേഴ്സിന്റെ സോപ്പ് പണ്ട് കാലത്ത് ഓർക്കുന്നുണ്ട്, അത് കാണുമ്പോൾ അത് മാത്രം അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഇതിലൂടെ നോക്കുമ്പോൾ അപ്പുറത്തെ ആൾക്കാരെ കാണായിരുന്നു. അത് നമ്മൾ ട്രാൻസ്പെറന്റ് എന്ന് പറയുന്നത്. ഗോചരം. അഗോചരം എന്ന് പറഞ്ഞാൽ എന്തോ? അപ്പൊ ദൈവത്തിന്റെ വഴികളെ കുറിച്ച് എന്താ പറഞ്ഞത്? അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല, അത് അതിനേക്കാളൊക്കെ ആഴമുള്ളതാണ്. അടുത്ത വാക്യം, കർത്താവിന്റെ മനസ്സറിഞ്ഞവൻ ആർ? ഉത്തരം എന്താ? ആരുമില്ല. കാരണം എന്താ? അവന്റെ വഴികൾ അത്ര അഗോചരമാണ്. ഓക്കെ, അടുത്തത്, അവന് മന്ത്രിയായിരുന്നവനാർ എന്ന് പറഞ്ഞാൽ എന്തോ? മന്ത്രിയുടെ പണി എന്തോ? പ്രധാനമന്ത്രിയുടെ പണി എന്തോ? പ്രസിഡന്റിന്റെ പണി എന്തോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ മന്ത്രിയുടെ പണി? മന്ത്രി എന്ന് പറഞ്ഞ ശരിക്കും ഒരു ഉപദേഷ്ടാവാ, ഉപദേശിക്കുന്ന ആളാണ് മന്ത്രി. മന്ത്രി അല്ല നമ്മളെ ഭരിക്കുന്ന പ്രസിഡന്റാ. നമ്മൾ നോക്കുമ്പോ ആരാ ഭരിക്കുന്ന തോന്നുന്നേ? പ്രധാനമന്ത്രി ഭരിക്കുന്നതല്ലേ തോന്നുന്നേ? പ്രധാനമന്ത്രി എന്താ ചെയ്യുന്നേ?
പ്രധാനമന്ത്രി അല്ല ഭരിക്കുന്നത്, പ്രസിഡന്റാണ് നമ്മുടെ രാജ്യത്തിന്റെ അധികാരി. പ്രധാനമന്ത്രി അവന്റെ പാർട്ടി പറയുന്ന അനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കാൻ നിയമസഭയിൽ പാർലമെന്റിൽ കൊണ്ടുപോയി കൊടുത്ത് നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് ഇവര് കൊണ്ടുപോയി എവിടെ കൊടുക്കും? പ്രസിഡന്റെ കൊണ്ടുപോയി കൊടുക്കും. പ്രസിഡന്റ് ഒപ്പിട്ടേ പറ്റൂ. അപ്പൊ അധികാരി ആരാ? പ്രസിഡന്റാ ഭരിക്കുന്നേ. പക്ഷെ ഇവര് ഭരിപ്പിക്കുന്നതാ, അല്ലെ? കാരണം നമ്മൾ തെരഞ്ഞെടുത്തിട്ടത് പ്രസിഡന്റിനെ അല്ല, നമ്മൾ തെരഞ്ഞെടുത്തിട്ടത് പ്രധാനമന്ത്രി. ഇപ്പൊ മന്ത്രിയുടെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഉപദേശം കൊടുക്കുക. പക്ഷെ മന്ത്രിയുടെ ഉപദേശത്തിന് പ്രത്യേകതയുണ്ട്. പണ്ട് കാലത്തൊക്കെ മന്ത്രിമാർ ഉപദേശിച്ച രാജാവ് പോയി പണി നോക്കാൻ പറയുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ രാജാവിനും ചെയ്യാൻ പറ്റില്ല. അത് ഇംഗ്ലണ്ടിലായാലും ചെയ്യാൻ പറ്റില്ല, ഇവിടുത്തെ പ്രസിഡന്റിനും ചെയ്യാൻ പറ്റില്ല. മന്ത്രി എന്തെങ്കിലും പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ചെയ്തേ പറ്റൂ. കാരണം മന്ത്രിക്ക് ആരുടെ സപ്പോർട്ടുണ്ട്? ഈ ജനങ്ങളുടെയും പാർലമെന്റിന്റെയും സപ്പോർട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇതാണ് എന്റെ മെക്കാനിസം. അവൻ മന്ത്രിയായിരുന്നവൻ എന്ന് ചോദിച്ചാൽ എന്റെ അർത്ഥം എന്താ? ദൈവത്തോടൊരു കാര്യം പറഞ്ഞു കൊടുത്ത് ഇതല്ലേ കർത്താവേ നല്ലതെന്ന് പറഞ്ഞു കൊടുത്ത് അവൻ ഉപദേശിക്കാൻ കപ്പാസിറ്റി ഉള്ളവൻ ആർ. നിങ്ങൾ അങ്ങനെ ഉപദേശിക്കുന്ന കേട്ടിട്ടുണ്ടോ? ഞാൻ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, കർത്താവെ ഞങ്ങൾ ഗതികെട്ട് ജീവിക്കുന്നത് നീ കാണുന്നില്ലേ? നീ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചാൽ ഈ നാട്ടുകാരെല്ലാം നിന്നെക്കുറിച്ച് പറയും. എന്തു പറയും? നിന്റെ നാമം ജാതികളുടെ ഇടയിൽ മഹത്വപ്പെടാൻ നീ എന്ത് ചെയ്യണം? എനിക്കിഷ്ടം പോലെ കാശ് തരണം. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ഒരു വഴി പറഞ്ഞു കൊടുക്കുക. പണ്ടൊരാൾ പ്രസംഗിച്ച് പറഞ്ഞ അതേ ഒരു മുടന്തനായ മനുഷ്യൻ വന്നേക്കുന്നു, കർത്താവെ നിനക്ക് മഹത്വം എടുക്കാൻ പറ്റിയ അവസരമാണ്. ആരുടെ ഉപദേശമാണ്? മന്ത്രി ഉപദേശം കൊടുക്കുക, ഇങ്ങനെ ചെയ്താൽ കൊള്ളാമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് പറയുന്നത് എന്താ നല്ല ആൾക്കാർ കേൾക്കുന്നത്? അങ്ങോട്ട് ഉപദേശിക്കുക, അങ്ങോട്ട് നിർബന്ധിക്കുക. പ്രിയ സഹോദരങ്ങളെ, വർഷിപ്പിൽ പോലും കർത്താവിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നതേയില്ല, അവന്റെ ഇഷ്ടം അന്വേഷിക്കുന്നതേയില്ല. കാരണം the Lord is obliterated from our scheme of things. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും ദൈവത്തിന് ആ ഒരു പിവറ്റൽ പൊസിഷൻ, ആ രാജകീയ അധികാരമില്ല. എന്തുകൊണ്ടാ? വർഷിപ്പ് എന്ന് പറയുന്നത് കെട്ടുപോയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ ഈ തിരുവല്ലയിൽ മോർ ദാൻ എനിത്തിങ് എൽസ് വി ഷുഡ് ബി എ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി വെയർ ഗോഡ് ഈസ് ഗ്ലോറിഫൈഡ് ആൻഡ് നോ മാൻ വുഡ് എവർ അസ്യൂം എനി ഗ്ലോറി. കാരണം ദൈവത്തിന്റെ മഹത്വത്തെ മറയ്ക്കുന്ന ഒന്നും നമ്മളിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്ത വാക്യം കൂടെ വായിച്ചോ. അവന് വല്ലതും മുൻപേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ. ഇപ്പൊ പലരും ചോദിക്കത്തില്ലേ, കർത്താവിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണം? കേട്ടിട്ടില്ലേ? കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. കർത്താവ് അനുവദിച്ചാൽ എന്തെങ്കിലും ചെയ്യാം. ഈ കർത്താവിന് വേണ്ടി എന്ന് പറയാൻ കർത്താവിന് ഒന്നും വേണ്ട. കർത്താവിന് നമ്മളെ മതി. കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. കർത്താവ് അനുവദിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. ഓൺലി ഗോഡ് ക്യാൻ ഡു, വി കാനോട്ട് ഡു എനിത്തിങ്. ഗോഡ് ഈസ് ഡൂയിങ് ത്രൂ അസ് ബൈ ഹിസ് ഹോളി സ്പിരിറ്റ്. അപ്പൊ നമ്മുടെ കൊതിയാണ്, ദൈവമേ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യണേ, ഞാൻ റെഡിയാണ്, ഞാൻ ഇതാ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. അങ്ങനെയാ. ദൈവത്തിന്റെ കരുണയുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വചനം എടുത്ത് സംസാരിക്കാൻ പോലും പറ്റുകയുള്ളൂ. സോ ഈവൻ ഫോർ ദ പ്രീച്ചിങ് ഓഫ് ദ വേർഡ് ഓർ ഡൂയിങ് എനിത്തിങ്, എനി വർക്ക്, ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഗ്ലോറി ഷുഡ് ഓൾവേസ് ബിലോങ് ടു ഗോഡ്. അടുത്ത വാക്യം, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ. അപ്പം എല്ലാത്തിനും ദൈവത്തിന്റെ ആ മഹത്വത്തിലേക്കാണ് സകലതിനെയും നമ്മൾ അർപ്പിക്കുന്നത്, കരയറ്റുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും വർഷിപ്പ് എന്നുള്ളതിന് ഒരു വേദശാസ്ത്രമുണ്ട്. എന്താണ് വർഷിപ്പിന്റെ വേദശാസ്ത്രം? ഓക്കെ, ഒന്ന് ദൈവത്തിന്റെ ഗുണങ്ങളാണ്, ആട്രിബ്യൂട്ട്സ്. ഹൂ ഈസ് ഗോഡ്? നമ്മൾ യെശയ്യാവിന്റെ 6 വായിക്കുമ്പോൾ ആ ദൂതന്മാർക്ക് ദൈവത്തിന്റെ ഒരു ഗുണത്തെക്കുറിച്ച് മാത്രമേ പരിചയം ഉണ്ടായിരുന്നുള്ളൂ. എന്ത് ഗുണത്തെക്കുറിച്ചായിരുന്നത്? എന്തായിരുന്നു? യെശയ്യാവിന്റെ 6 ദൂതന്മാർ എങ്ങനെ ദൈവത്തെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടിരുന്നത്? ഹോളി, ഹോളി, ഹോളി. നമ്മൾ ഇന്ന് കർത്താവിനെ എങ്ങനെ വർഷിപ്പ് ചെയ്യുന്നേ? ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ച വാക്ക് എന്തോ ആയിരിക്കും വർഷിപ്പിന്റെ സ്ഥലത്ത്, വർഷിപ്പിന്റെ സമയത്ത്? ദൈവത്തിന്റെ ആട്രിബ്യൂട്ടായിട്ട് ഇന്ന് നമ്മൾ വർഷിപ്പ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക് ഏതാന്ന് ഓർക്കാവും? സ്നേഹം. ഓർക്കുന്നുണ്ട്? എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞു സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണം
ദൈവം നമ്മളെ സ്നേഹിച്ചു. അപ്പൊ ദൂതന്മാർക്ക് അറിയാൻ വയ്യാത്തൊരു രഹസ്യമായിരുന്നു. എന്ത്? ഈ ദുഷ്ടന്മാരായ മനുഷ്യരോട് ദൈവത്തിന് ഇത്ര ഭയങ്കര സ്നേഹമായിരുന്നു. ആരും അറിഞ്ഞില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തെ അറിയുന്ന തലമെന്ന് പറയുന്ന വിശുദ്ധനെ നമുക്കറിയാം. പക്ഷെ അതേ സമയത്ത് പഴയകാലങ്ങളിൽ മറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. അവൻ പാപികളെ സ്നേഹിക്കുന്ന, ശത്രുക്കളെ സ്നേഹിക്കുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ പുതിയ നിയമത്തിൽ ആരാധനയുടെ അടിസ്ഥാനം. ദാറ്റ് ഡസ് നോട്ട് ഡിനൈ ദ ഫാക്ട് ദാറ്റ് ഗോഡ് ഈസ് ഹോളി. പക്ഷെ ആ പരിശുദ്ധനായ ദൈവം ഇത്ര അപരിഷ്കൃതരും പവിത്രരല്ലാത്തവരുമായ, അപവിത്രരുമായ നമ്മോട് കാണിച്ച വലിയ സ്നേഹമാണ് നമ്മുടെ ആരാധനയുടെ അടിസ്ഥാനം. ദാറ്റ്സ് ദ തിയോളജി ഓഫ് വർഷിപ്പ്. ഇപ്പൊ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് ഈ തിയോളജി നമുക്ക് തരുന്നത്, വേദശാസ്ത്രം. എന്തുകൊണ്ട് വർഷിപ്പ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോഡ് ഈസ് ഹോളി ആൻഡ് ഗോഡ് ഈസ് ലവ്. അപ്പൊ നമ്മൾ ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യേണ്ടത് എന്താണ്? പരിശുദ്ധനായ ദൈവത്തിന്റെ അളവില്ലാത്ത സ്നേഹമാണ്. അതിരുകളില്ലാത്ത, അളവില്ലാത്ത, മെഷർ ചെയ്യാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്ര വലിയ സ്നേഹം. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ വിശ്വാസത്തിൽ വന്ന ശേഷവും ദൈവത്തെ നമ്മൾ ഒരു ജഡ്ജായിട്ടാണ് കാണുന്നത്. അത് ഇന്നത്തെ ടീച്ചിങ്ങിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മോട് ഇടപെടുന്ന ഒരു ജഡ്ജായിട്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരു രാത്രി പോലും വെളുപ്പിക്കില്ലായിരുന്നു. പല ആൾക്കാരും പറയാറുണ്ട്, ദൈവം എന്നോട് അങ്ങനെ ചെയ്യാൻ കാരണം ഇതായിരിക്കും, ദൈവം എന്നോട് ഇങ്ങനെ ചെയ്യാൻ കാരണം അതായിരിക്കും. നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? നമ്മൾ ചെയ്യുന്നതിനൊക്കെ ദൈവം തിരിച്ചു ചെയ്യാൻ നോക്കിയായിരുന്നെങ്കിൽ നമ്മുടെ പൊടി പോലും കാണില്ലായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്യുന്നതെല്ലാം നോക്കിയിരുന്ന് തിരിച്ചടിക്കുന്ന ദൈവമല്ല. എന്നാൽ ചില സമയത്ത് നമുക്ക് ഒരടി തരികയും ചെയ്യാം. നമുക്ക് അനന്യാസിന്റെ സഫീറിന്റെ ജീവിതമൊക്കെ അറിയാമല്ലോ. ഒരടി ദൈവത്തിന് തരാനുള്ള അധികാരമുണ്ട്. പക്ഷെ അങ്ങനെയല്ല ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നത്. ദൈവം പ്രവർത്തിക്കുന്നത് ഒരിക്കലും നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായിട്ടല്ല ദൈവം നമുക്ക് എന്തെങ്കിലും വേദന അനുവദിക്കുന്നത്. കാരണം പാപത്തിന്റെ ശിക്ഷയൊക്കെ എവിടെ തീർന്നു? ക്രൂശിൽ തീർന്നു. പിന്നെ എന്തിനാണ് നമുക്ക് അടി അനുവദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ ഫോർമേഷന് വേണ്ടിയാണ്, ക്രിസ്തുവിനെ പോലെ നമ്മളെ രൂപപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതാണ് ഈ ഡിസിപ്ലിനിങ്. അപ്പൊ നമ്മൾ തെറ്റ് ചെയ്യുമ്പം നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ പാപത്തിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിവെൻഷനാണ് കർത്താവ് ചെയ്യുന്നത്. ശിക്ഷാവിധി ഒന്നും, നമ്മുടെ പാപത്തിന്റെ ശിക്ഷാവിധി നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ നമുക്കത് അനുഭവിക്കാൻ മാത്രമേ സമയം കാണുള്ളൂ. വി വിൽ ബി ഇൻഫിനിറ്റ്ലി പണിഷ്ഡ്. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? നിത്യനായ ദൈവം ഒരു സെക്കൻഡ് കൊണ്ട് ആ പണിഷ്മെന്റ് അവന്റെ ശരീരത്തിൽ വഹിച്ചു, അവസാനിപ്പിച്ചു. അപ്പൊ എപ്പോഴും നമുക്ക് കുറ്റമില്ലാത്ത നിർമ്മല മനസാക്ഷിയോടുകൂടി കർത്താവിന്റെ സന്നിധി നിൽക്കാൻ, അവനെ വർഷിപ്പ് ചെയ്യുന്നൊരു സ്വഭാവമുള്ളവരായി നമ്മൾ മാറിയാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ കൽമഷവും കയ്പും വിദ്വേഷവും പാപം, മുറുകെ പറ്റുന്ന പാപം എല്ലാം അഴിഞ്ഞ് പോയി നമ്മൾ ശുദ്ധീകരിക്കപ്പെടും. നമ്മുടെ ജീവിതം അവന്റെ സന്നിധിയിൽ നിർമ്മലമായി അർപ്പിക്കപ്പെടുന്ന ഒരു ലൈഫ് നമുക്ക് ലഭിക്കും. അപ്പോൾ എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തെ ആരാധിക്കുവാൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന നമ്മളല്ല, ദൈവമാണ്. ഇന്ന് 4 മണിക്ക് ഇവിടെ കൂടാൻ തീരുമാനിച്ചാരാ? നമ്മളാണോ ദൈവമാണ്? നമ്മളാണ്, അല്ലേ? ഞങ്ങളെല്ലാവരുടെ പോയാണ് ഈ 4 മണി തൊട്ടുള്ള ഈ ടൈം നമ്മൾ എടുത്തത്. അപ്പൊ നമ്മളാന്ന് തോന്നും. പക്ഷെ ഈ മിസ്രൈമില് ഇസ്രായേൽ മക്കൾ അടിമകളായി കിടന്നപ്പം ഇസ്രായേൽ മക്കൾക്ക് തോന്നിയോ ഞങ്ങൾക്ക് പോയി മരുഭൂമിയിൽ പോയി ദൈവത്തെ ആരാധിക്കണം തോന്നിയോ? ആർക്കാ തോന്നിയത്? ദൈവത്തിനാ തോന്നിയത്. അപ്പൊ ദൈവമാണ് പറയുന്നത്, എന്നെ ആരാധിക്കാൻ എന്റെ ജനത്തെ. അപ്പൊ നമുക്ക് കൃപാസനത്തിലേക്ക് കടന്നു ചെന്ന് കർത്താവിനോട് അബ്ബാ പിതാവേ എന്ന് വിളിക്കണമെന്ന് ഏതെങ്കിലും ഒരു പാപിക്ക് എപ്പോഴെങ്കിലും തോന്നിയായിരുന്നോ? ഒരിക്കലും തോന്നിയിട്ടില്ല. അത് ദൈവത്തിനാ തോന്നിയത്, ഇവരെ കൊണ്ട് അബ്ബാ എന്ന് വിളിപ്പിക്കണമെന്ന്. ഈ ദുഷ്ടന്മാരെ കൊണ്ട് എന്നെ അപ്പാ എന്ന് വിളിപ്പിക്കണമെന്ന് ദൈവത്തിനാ തോന്നിയത്. അപ്പൊ ദൈവമേ നിനക്ക് സ്തോത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളത് ആരുടെ പണിയായിരുന്നു? അപ്പൊ ഞാൻ വർഷിപ്പ് ചെയ്യുന്ന വാ തുറക്കുന്നതിന്റെ പോലും പണി ആരാ ചെയ്തേക്കുന്നത്? God made me worship him എന്നുള്ളതാണ്. അതായത് the initiation for worship is from the Lord. ദൈവമാണ് ഈ വർഷിപ്പ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതും അതിന്റെ രൂപരേഖ തയ്യാറാക്കി അത് എങ്ങനെ വേണമെന്ന് പറയുന്നത്. അത് ദൈവത്തിന് വേണ്ടിയല്ല, അത് നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അപ്പം നുറുക്കി അവനെ ആരാധിക്കുന്നത്. ആഴ്ചവട്ടത്തിന് 1 നാളിൽ അപ്പം നുറുക്കി അവനെ ആരാധിക്കാനുള്ള കാരണം എന്താണ്? ആ യാഗത്തിലൂടെ അല്ലാതെ നമുക്ക് ദൈവത്തിന്റെ അടുത്ത് പ്രവേശനമില്ല എന്ന ബോധ്യം നമുക്കുള്ളത് കൊണ്ട്
ആ യാഗത്തിലൂടെ മാത്രം ആണ് നമുക്ക് പിതാവിന്റെ സന്നിധിയിലേക്കുള്ള ധാരാളമായ പ്രവേശനം ലഭിക്കുന്നതെന്നുള്ളത് കൊണ്ട് നമ്മുടെ ആരാധനയുടെ വ്യവസ്ഥയാണ് ഈ അപ്പം നുറുക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം തീരുമാനിക്കുന്ന ദൈവമാണ്. ഹി ഇനിഷ്യേറ്റ്സ് ആൻഡ് ഹി കൺട്രോൾസ്, ഹി റെഗുലേറ്റ്സ്. എങ്ങനെ വേണം, മനുഷ്യരല്ല തീരുമാനിക്കുന്നത്. നമുക്ക് ഇന്നിങ്ങനെ ചെയ്തേക്കാം, അല്ല. വി ഹാവ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഫ്രം ദ ബൈബിൾ, റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ്. അതായത് ആരാധന റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ്, നമ്മുടെ കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അതൊരാരവമല്ല, അതൊരു ബഹളമല്ല, അത് നുറുക്കപ്പെട്ട ഹൃദയമാണ് കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന അതിവിശിഷ്ടമായ ആരാധന എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ മീനിങ് ഫുൾ വർഷിപ്പിനുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ കർത്താവിന് മുമ്പിൽ കാണപ്പെടണം. എല്ലാവരും വർഷിപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ഈസ് മജസ്റ്റി ആൻഡ് ഗ്ലോറി ആസ്ക്രൈബ്ഡ് ടു ഗോഡ്. നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ അസംബ്ലി കൊണ്ട്, നമ്മുടെ അപ്പം നുറുക്കലുകൾ കൊണ്ട്, നമ്മുടെ ഇടപെടലുകൾ കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മൾ ജീവിതത്തെ കാണുന്ന കാഴ്ച കൊണ്ട്, എങ്ങനെയാണ് നമ്മൾ ജീവിതത്തെ വീക്ഷിക്കുന്നത്, ഇതെല്ലാം നോക്കുമ്പം നമുക്ക് ആർക്കെങ്കിലും എങ്ങനെ അനുഭവപ്പെടുന്നത്? ദൈവത്തിനത് പ്രസാദമാകുന്നുണ്ടോ? ഇപ്പൊ വർഷിപ്പറുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? വർഷിപ്പ് ചെയ്യാൻ പോകുന്ന ആളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? എൻ്റെ ദൈവത്തിന് പ്രസാദമാകുന്നുണ്ടോ? അപ്പൊ പ്രസാദമാകണമെങ്കിൽ ആരായിരിക്കണം അവിടെ ഉണ്ടാകേണ്ടത്? സെൻട്രൽ ഫോക്കസ്, ഇറ്റ് ഹാസ് ടു ബി ഹിസ് സൺ ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ ഉയർത്താത്ത ഒന്നും വർഷിപ്പല്ല. സോ വി ആർ എ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി. വി ആർ കോൾഡ് ടു വർഷിപ്പ്. നമ്മൾ കൂടി വരുമ്പോൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവനാമത്തിന്റെ മഹത്വത്തിനാണ്. അതുകൊണ്ട് ഇവിടെ ബോർഡോ പരിപാടികളൊന്നും ഇല്ല. ചിലപ്പോൾ നാളെ ഉണ്ടാവും ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? അത് നമ്മുടെ യോഗ്യതകളെ വെച്ചുള്ളതാണെങ്കിൽ ദൈവത്തിന് അതിലൊരു പ്രസാദവുമില്ല. അത് കറ പുരണ്ട തുണി പോലെയാണ്. അത് ക്രിസ്തുവിന്റെ യോഗ്യതകളെ വെച്ചും അവന്റെ പ്രവൃത്തികളെ വെച്ചും ആകുമ്പോഴാണ് ദൈവത്തിന്റെ പ്രസാദം നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ അവന്റെ ദേഹം എന്ന തിരശ്ശീലയിലൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പൊതുവഴിയായി വിശുദ്ധ മന്ദിരത്തിലേക്ക്, അവന്റെ രക്തം മുഖാന്തരം വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുവാൻ ഉള്ള അവകാശം ദൈവം നമുക്ക് തന്നിരിക്കുന്നതിനാൽ നമുക്ക് ഒരു മീനിങ് ഫുൾ ഷൗട്ട് ടു ദ ലോർഡ്, നമുക്ക് കർത്താവിനോട് സന്തോഷത്തോടെ പറയാം, ദൈവമേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. കാരണം നീ മഹത്വവും കൃപയും മഹത്വവും ബലവും ബഹുമാനവും സ്വീകരിപ്പാൻ എന്നേക്കും യോഗ്യനായിരിക്കുന്നു. അപ്പൊ കുഞ്ഞാട് കേന്ദ്രമായി ക്രൈസ്റ്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു വർഷിപ്പിലേക്ക് ദൈവം നമ്മൾ ഓരോരുത്തരെയും നിർബന്ധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ സഭയിൽ ഈ ഒരു വർഷിപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറേണ്ടത് ആവശ്യമാണ്. വി നീഡ് ടു സീ ദാറ്റ് ഗോഡ് ഈസ് ഓണേർഡ് ഇൻ എവറിത്തിങ് ദാറ്റ് വി ഡു. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം, വർഷിപ്പ് ഈസ് നോട്ട് ആൻ എന്റർടൈൻമെന്റ്. ചില ആൾക്കാർ പറയാറുണ്ടോ, നിങ്ങളുടെ അടുത്ത് നിന്ന് വർഷിപ്പ് ചെയ്തിട്ട് ഒരു സുഖമില്ല. കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടോ? സുഖിക്കണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിരുന്നെങ്കിലും വല്ല പാട്ട് പാടുകയോ വല്ല ഗെയിം കളിക്കുകയൊക്കെ ചെയ്യാം, സുഖിക്കാം. ഇറ്റ്സ് നോട്ട് അബൌട്ട് അവർ സുഖം. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് നോട്ട് അബൌട്ട് എന്റർടൈൻമെന്റ്. ഈ പാട്ടും ട്യൂണെല്ലാം വരുമ്പോൾ നമുക്ക് ഭയങ്കര എന്റർടൈൻമെന്റാണ്. നമ്മൾ വിചാരിക്കാം നല്ല രസമായിരുന്നു അവിടുത്തെ വർഷിപ്പ്. പ്രിയ സഹോദരങ്ങളെ, യു ആർ കമ്മിറ്റിംഗ് ആൻ ഒഫൻസ് ടു ഗോഡ് അങ്ങനെ പറയുമ്പം. കാരണം ഇറ്റ്സ് നോട്ട് അബൌട്ട് യുവർ എന്റർടൈൻമെന്റ് ഓർ എൻജോയ്മെന്റ്. ഓക്കെ, അപ്പൊ എനിക്ക് രസിച്ചില്ല എന്ന് പറഞ്ഞാൽ നീ ആരാ? എനിക്ക് രസിച്ചില്ല അത്രേ വർഷിപ്പ്. കുഞ്ഞാടിന്റെ മുമ്പിൽ വണങ്ങി എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്. ആരാ നീ? ആരാ? ഹു ഈസ് ഓൺ ദ ത്രോൺ? അല്ലെ, മനുഷ്യർ എത്ര പെട്ടെന്നല്ലേ ഈ വർഷിപ്പിന്റെ സുഖവും കൂടെ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് എന്റർടൈൻസ് യു, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഗ്ലോറിഫൈസ് ഗോഡ്. അവിടെ നമ്മൾ മൊരഞ്ഞ് കഷ്ടപ്പെട്ട ആ ക്രൂസ് എന്ന് പറയുന്ന അത്ര എന്റർടൈനിങ് കാര്യമൊന്നും അല്ല. ക്രൂസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ പൊടിച്ചു കളയുന്ന, ഞെരിച്ചു കളയുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ക്രഷസ് അവർ ഹാർട്ട്. അവിടെ വന്നിട്ട് രസം തോന്നിയില്ല, എന്റർടൈൻമെന്റ് ഇല്ലായിരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ ഒഫൻസ് ടു ഗോഡ്. ഓക്കെ, അതുപോലെ ഇറ്റ്സ് നോട്ട് ആൻ ഇമോഷണൽ തെറാപ്പി. വൈകാരികമായ ഒരു ആശ്വാസം ഇരിക്കട്ടെ, ഇതൊന്നും അല്ല വർഷിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇതൊരു പെർഫോമൻസ് അല്ല, ഇതൊരു പ്രകടനമല്ല. ഇത് ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കുന്ന, ദൈവത്തെ മാത്രം ഉയർത്തുന്ന, ആ രക്ഷയെ ആഘോഷിക്കുന്ന, നമ്മുടെ നിത്യജീവന്റെ പ്രത്യാശയെ പുതുക്കുന്ന, ദൈവത്തെ മാത്രം മഹത്വപ്പെടുന്ന ഒരു കാര്യമാണ്. സോ വാട്ട് വർഷിപ്പ് ഈസ് നോട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 4:10 യേശു കർത്താവ് പിശാചിനോട് പറയുന്നൊരു വാക്യമാണ്, നിന്റെ ദൈവമായ കർത്താവിനെ
ആരാധിച്ച് അവനെ മാത്രമേ സേവിക്കാവൂ എന്ന 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. കാരണം ദാറ്റ്സ് ദി പ്രിൻസിപ്പിൾ ഓഫ് വർഷിപ്പ്. ഗോഡ് അലോൺ ഈസ് വർതി ഓഫ് അവർ പ്രൈസ് ആൻഡ് ഗ്ലോറി. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ വർഷിപ്പിന് ഒരു മീഡിയേറ്റർ ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് കർത്താവിൻ്റെ അടുത്ത് എല്ലാം പറ്റാത്തത് കൊണ്ട് വി ഹാവ് എ മീഡിയേറ്റർ. ഹു ഇസ് ദ മീഡിയേറ്റർ ഓഫ് വർഷിപ്പ്? വർഷിപ്പ് ലീഡർ? നോ, ജീസസ് ക്രൈസ്റ്റ്. നമ്മളെല്ലാവരും യേശു ക്രിസ്തു എന്ന മധ്യസ്ഥനിലൂടെയാണ് പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്നുള്ളത് കൊണ്ട് അത് നമ്മുടെ യോഗ്യതകളല്ല, അത് ക്രിസ്തുവിന്റെ യോഗ്യതകളുടെ അടിസ്ഥാനത്തിലാണ്. സോ ഇഫ് സമ്മൺ ഈസ് നോട്ട് എന്റർടൈൻഡ് ബൈ മ്യൂസിക് വൈൽ സിറ്റിംഗ് ഹിയർ, നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളെ മ്യൂസിക് സുഖിപ്പിച്ചില്ല, രസിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് ദൈവത്തോടുള്ള ഒരു ഒഫൻസ് ആണ്. നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്, നമ്മൾ രസിക്കാൻ വേണ്ടി അല്ല. ഓക്കെ? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഓരോ പ്രവൃത്തിയും നമുക്കുള്ളതല്ല. ഞങ്ങൾക്കല്ല ദൈവമേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകുന്നതാകണമേ എന്ന് ഒരു നിലവിളി എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. നമ്മൾ എപ്പോൾ ഉയർത്തപ്പെടുന്നു അപ്പോൾ വസ്ത്രം കീറുന്നത്ര വേദന നമുക്കുണ്ടാകണം. ബിക്കോസ് വി ആർ സ്റ്റീലിംഗ് ദ ഗ്ലോറി ഓഫ് ഗോഡ് ആൻഡ് നോ വൺ ഷാൽ എക്സോൾട്ട് ഹിംസെൽഫ് അബവ് വാട്ട് ഹി റിയലി ഈസ്. ഒരാളും അവനുള്ളതിനേക്കാൾ മുകളിൽ ഉയരാതെ, ആരുടെയും പുകഴ്ചകൾ സ്വീകരിക്കാതെ സകല പുകഴ്ചയും കർത്താവിന് കരയേറ്റുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അങ്ങനെ മീനിങ് ഫുള്ളി വർഷിപ്പ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഈ തിരുവല്ലയിൽ കർത്താവിൻ്റെ ഒരു സമൂഹം, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരു സമൂഹം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളും ആ സമൂഹത്തിന്റെ ഭാഗമാകുവാൻ കർത്താവ് അനുവദിച്ചാൽ ദൈവം നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം, അതിനുശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കാൻ അറിവുള്ളവരല്ല. ഞങ്ങൾക്ക് ഒത്തിരി അറിവുകേടുകളുണ്ട്, ഞങ്ങൾക്ക് ഒത്തിരി പരാജയങ്ങളുണ്ട്, പരാധീനതകളുണ്ട്. എങ്കിലും കർത്താവ്, ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ വരുവാനൊരു ധൈര്യമുണ്ട്. അത് ഞങ്ങളുടെ സ്വന്തമല്ല, അത് കർത്താവ് ഞങ്ങൾക്ക് തന്നതാണ്. അവൻ്റെ ദേഹം എന്ന തിരശ്ശീല കീറി ഏത് സമയത്തും എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് കടന്നു വന്നോ എന്ന് ഞങ്ങൾക്ക് അനുവാദം തന്ന ഞങ്ങളുടെ കർത്താവിൻ്റെ രക്തത്താൽ പ്രതിഷ്ഠിക്കപ്പെട്ടൊരു വഴിയാണ്. കർത്താവ്, വഴിയെ ഞങ്ങൾ വിശുദ്ധമായി കാണുവാൻ, കർത്താവ്, ഞങ്ങളത് ഞങ്ങളുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയല്ല, ഞങ്ങളെ രക്ഷിച്ച ദൈവത്തിന്റെ മഹത്വത്തിനായി കാണുവാൻ, അതിന് ഗൗരവമായി കാണുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഞങ്ങളുടെ ജീവിതത്തെ റീഫോം ചെയ്യുന്ന, മാറ്റിയെടുക്കുന്ന അങ്ങയുടെ അധികാരമായി കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.